ഇതെല്ലാ പ്രോഗ്രാം അഭിമുഖ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് പി അമ്മൂറ്റി മാഷാണ് ഇന്ന് നമ്മുടെ അതിഥി. ഈ നമ്മുടെ ഈ എന്തെല്ലാം പ്രോഗ്രാമിന്റെ മുഴുവൻ കാർഡുകളും ഇമേജുകളും യൂട്യൂബ് തമ്പുകളും ഒക്കെ ചെയ്യുന്നത് ഇബ്രാഹിം കരുവങ്കുനിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ആഹ് അമ്മൂറ്റി മാഷ ഫോട്ടോ ഞാൻ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ മൂപ്പര് പറഞ്ഞു നമ്മളെ കുടുംബത്തിലെ അവസാന വാക്കാണ്. അതുകൊണ്ട് എനിക്ക് ഈ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്ന പ്രശ്നമാണ്, ഞാൻ സമയം എടുത്തിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കുടുംബത്തിന്റെ അവസാന വാക്കായിട്ടുള്ള ആളോട് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. മാഷ് ശരിക്കും അധ്യാപകൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അധ്യാപകനായിട്ടില്ലായിരുന്നെങ്കിൽ മാഷ് എന്താവുമായിരുന്നു? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ ചേർന്ന സമയത്ത് ആ കാലത്ത് ഞങ്ങൾക്കൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. കുട്ടികളെ സ്കൂൾ ചേർക്കണം, എഴുത്തും വായന അറിയണം, പോരണം. അവരുടെ ഭാവി എന്താകണമെന്നോ എന്താകുമെന്നോ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ 7ാം ക്ലാസ് ഞാൻ പാസ്സായി. 7ാം ക്ലാസ് പാസ്സായ ശേഷം എന്താണ് വേണ്ടതെങ്കിൽ എനിക്കൊരു ധാരണയില്ല. എൻ്റെ ജ്യേഷ്ഠൻ അതേ വർഷം ഹൈസ്കൂളിൽ പോയി ചേർന്നു, വളയം ഹൈസ്കൂളിൽ, വേറൊരു ഹൈസ്കൂളിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല, പഠിക്കണ്ടോ ഒന്നും അറിയില്ല, പറയാൻ പാടില്ല. നാട്ടിലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ എന്തോ പറയാൻ പറഞ്ഞ് അവൻ്റെ പള്ളിയിൽ ദർസുണ്ടല്ലോ, അവിടെ കുട്ടികൾക്ക് പഠിക്കുന്നില്ലേ, ഇളം കുപ്പായം തലയെക്കെട്ട് കെട്ടിയിട്ട് ആ കൊടുത്തോളം പഠിച്ചോട്ടെ, നല്ല ദീന് പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു. പാപ്പ ഒന്നും പറഞ്ഞില്ല. ഞാനും എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും വേണമെന്നേനുള്ളൂ. അന്ന് വൈകുന്നേരം വയൽപ്പിടി വെച്ചപ്പോൾ എന്നെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്റർ ആലി മാസ്റ്റർ കണ്ടു. എന്നോട് ഞാൻ സ്കൂൾ പോയി ചേർന്നില്ല എന്ന് ചോദിച്ചു. അയാളെ പണ്ടിൻ്റെ കണ്ണ് മുഴിക്കുന്ന ഒരാളാണ്. കുറച്ച് മുഴിച്ചുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാം ചേർന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ചേരാത്തത് ഞാൻ TC എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ വന്ന് അത് വാങ്ങിപ്പോയിട്ട് വളയം സ്കൂളിൽ ചേരണം, ഒരു താക്കീത് ചെയ്ത്. എനിക്കത് ഞാൻ കേട്ട് ഞാൻ വീട്ടിൽ പോയി ബാപ്പാനോട് പറഞ്ഞു. അപ്പം ബാപ്പാൻ പറഞ്ഞ് പോയി ചേർന്നോ, TC വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ TC വാങ്ങി എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ വളയം ഹൈസ്കൂളിൽ പോയി വളയം ഹൈസ്കൂളിൽ ചേർന്ന്. അങ്ങനെയാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. അല്ലെങ്കിൽ ഞാൻ മാഷ് 1965 SSLC പാസ്സായത്. അപ്പൊ അന്ന് നമ്മളെ നാട്ടിലെ SLC പാസ്സാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിനെ ആദ്യമായിട്ട് SSLC പാസ്സായത് ആരാ? മാഷക്ക് അതിനെ കുറിച്ച് അറിയില്ലേ? എനിക്ക് അറിയാം, അത് മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണിത്. അന്ന് വാണിമേലിലെ ആദ്യത്തെ SSLC-കാരൻ PV ആലി മാസ്റ്ററാണ്. വാണിമേൽ UP സ്കൂൾ മാനേജറും അടുത്ത ഹെഡ് മാസ്റ്ററുമായിരുന്ന ആലി മാസ്റ്റർ. അന്ന് വളയം ഹൈസ്കൂൾ പഠിച്ചത് മലപ്പുറത്ത് പോയിട്ടാണ് SSLC പാസ്സായത്. പിന്നെ അതിനുശേഷം പല ആളുകളും പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊരു അന്വേഷണം നടത്തിയെന്ന് എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഞാൻ SSLC പാസ്സാകുന്നതിന് മുമ്പ് ഞാൻ വാണിമേൽ ഉദ്ദേശിക്കുന്നത് വാണിമേൽ, ഭൂമിയോദക്കൽ, പരപ്പുവാറ തുടങ്ങിയ സ്ഥലങ്ങളാണ്. വെലങ്ങാട് വണ്ടിയോട് ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ SSLC പരീക്ഷ പാസ്സായ 1965. അതിനു മുമ്പ് ഞാൻ ഏകദേശം ശരിയാന്ന് വിചാരിക്കുന്നു 49 പേരെയാണ് വാണിമേൽ SSLC പാസ്സായ ആളുകളെ കണ്ടത് എണ്ണത്തിൽ. അപ്പോൾ 49 പേര് 64 വരെ പാസ്സായി. 65 ഞങ്ങൾ വാണിമേലക്കാർ 10 പേർ ഒന്നിച്ച് പാസ്സായി. അപ്പം 59 പേരായി എന്ന് പറഞ്ഞാൽ ഞാൻ വാണിമേൽ SSLC-കാരിൽ 50-ൽ ഒരാളാണ് നിർബന്ധമായിട്ട്. 51 മുതൽ 59 വരെ പാസ്സായാലും ഒരാൾ ഞാനാണ്. അതിലൊരു അഭിമാനം എനിക്ക് ഇപ്പോഴും ഉണ്ട്. മാഷ് SSLC-ക്ക് പരീക്ഷ എഴുതിയത് പുറമേരി സ്കൂളിലായിരുന്നു. അന്ന് ബസ്സില്ല, അന്ന് അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അന്ന് മാഷ് വളരെ കഷ്ടപ്പെട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ഭയങ്കര രസമുള്ള ഒരു കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരു വണ്ടിയും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ജീപ്പ് വരും. ആ ജീപ്പ് ഉള്ളത് കൊണ്ടാണ് സമാധാനമായിട്ട് നാട്ടിലെത്തിയത്. ആ കഥയൊന്ന് പറയൂ. നിങ്ങൾ SSLC പരീക്ഷ എന്ന സമയത്ത് അത് വാണിമേൽ റോഡ് ടാർ ചെയ്തിട്ടില്ല, പുഴക്ക് പാലയില്ല, പിന്നെ പൊതുഗതാഗതമായിട്ടൊന്നുമില്ല, ഒരു വാഹനവും ഇല്ല. സ്വകാര്യ വ്യക്തികളുടെ ജീപ്പുകൾ മാത്രം. അത് കാനമ്പറ്റ ആലിയസിൻ്റെ അരിക്കാണ് അന്നൊരു കാർ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് 5-6 ജീപ്പുകൾ ചില മുതലാളിമാർക്കുണ്ട്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാൽനടയായിട്ട് വേണം കല്ലാച്ചി വരെ എത്താൻ.
എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടൊരു പൊതുവാഹനം തുടങ്ങിയത് പുതിയോട്ടിൽ ഇളവലം കുഞ്ഞോളാജി ഒരു ട്രക്ക് കൊണ്ടുവന്നാണ്, ഒരു മിലിറ്ററി ട്രക്ക്, ജീപ്പിൻ്റെ വലിയൊരു മോഡൽ. അതിൻ്റെ ബേക്കിൽ കൂടിയാണ് കയറുക, ഇരിക്കുക, അതിൽ 2 ബെഞ്ച് ഇട്ട് ബാക്കിയുള്ളത് നിൽക്കുക. അതിൻ്റെ കുറേ കാലത്തിന് ശേഷമാണ്. അപ്പം ഞങ്ങൾ SSLC പരീക്ഷ ചെയ്യുന്ന സമയത്ത് വളരെ കാലത്ത് എഴുന്നേറ്റ് നടക്കണം കല്ലാച്ചി വരെ. അന്ന് കല്ലാച്ചി റോഡിൽ തന്നെ ബസ്സുകൾ വളരെ കുറവാണ്. എൻ്റെ അറിവിൽ അന്ന് ഒരു PMS പുഞ്ചിരി മോട്ടോർ സർവീസിൽ ബസ് മാത്രമേ ഉണ്ടായിരുന്നു, വളരെക്കും കോഴിക്കോട് വൈറ്റ്. പിന്നെ MRSൻ്റെ ഒരു ബസ്, ശ്രീനാരായണ ട്രാൻസ്പോർട്ട് കോഴിക്കോടേക്ക് 2 ബസ്. അതൊന്നും ഞങ്ങൾ കിട്ടുകയില്ല. ഈ PMS ബസ്സിൽ തന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ചില ദിവസം കിട്ടിയാല ഭാഗ്യത്തിന് ഒരു രക്ഷ കിട്ടിയത് കല്ലാച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സിൻ്റെ ഇവിടെ PMSൻ്റെ. അത് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എത്താൻ നേരത്തെ ബസ് കയറിയിരിക്കാം. പിന്നെ അവിടെ എത്തും, എല്ലാം ചിലപ്പോൾ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാവിലെ പോകുന്നത്. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭാഗ്യത്തിന് ആദ്യത്തെ ദിവസം തന്നെ പരീക്ഷ ഇറങ്ങിയ റോഡിൽ കാത്തു നിൽക്കുമ്പോൾ ഒരു ജീപ്പ് വന്ന് പുതുപ്പണ കണ്ടി മൂസേക്കാം. നാട്ടിൽ വിദ്യാഭ്യാസ വലിയ തലപ്പനായ ഒരാളായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തറുവയുടെ പിതാവിൻ്റെ അനുജനുമാണ്, പിന്നെ ഭാര്യാപിതാവുമാണ്. അദ്ദേഹം അവിടെ എത്തി എന്താണെന്ന് ചോദിച്ച് ലോകമൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുട്ടികളൊക്കെ അതിൽ കയറ്റി, കയറ്റാവുന്ന ആളുകളെ കയറ്റി കൊണ്ടുവന്ന് വയൽപ്പള്ളിയിലാക്കി. വയൽപ്പള്ളിയിലല്ല, ഇപ്പോൾ ഡ്രൈവറോട് ഞങ്ങൾ കൂടുതൽ ഭൂമികൾക്ക് പോകേണ്ട ആളുകളുണ്ട്, അവർ അവിടെ ഇറക്കിക്കൊണ്ട് തിരിച്ചു പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരിറക്കി. ഇത് മിക്കവാറും അന്ന് പരീക്ഷ 6 ദിവസമാണ് SSLC പരീക്ഷ. ഒരു ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും, ശനിയും ഞായറും ഒഴിവ്, പിന്നെ തിങ്കളും ചൊവ്വയും ബുധനും. അപ്പോൾ വെള്ളിയാഴ്ച ഹിന്ദിയാണ്, ഒറ്റ വിഷയമായിരുന്നു. മറ്റെല്ലാ ദിവസവും ഈ 2 വിഷയം, ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും. അപ്പോൾ അന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ കടത്തിയിട്ടുണ്ടാവും. അത് എല്ലാ ദിവസവും എന്ന് പറയുന്നില്ല. അത് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം ഞങ്ങളെ കയറ്റുന്ന ഉദ്ദേശത്തോടു കൂടി കരുതിക്കൂടി അവിടെ വന്നതാണ് ഒരു അഭിപ്രായമുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സഹായകരമായ കാര്യമാണ്. മാത്രമല്ല PV കുഞ്ഞുമത് ഹാജിയും അന്ന് അക്കാര്യത്തിൽ വലിയ ഉദാരമതിയായിരുന്നു. പല സ്ഥലത്തും ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ കണ്ടാലും കയറ്റിക്കൊണ്ടും വിവരങ്ങൾ ചോദിക്കെടുക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് വാണിമേൽ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് സഹായം നൽകാൻ വേണ്ടി, പാവപ്പെട്ട സഹായിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് വരെ രൂപീകരിച്ചു. ട്രസ്റ്റിലെ ഒരു സമിതി, വാണിമേൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, അങ്ങനെ മറ്റാണ് പേര്. അതിൽ പാവപ്പെട്ട പല കുട്ടികളെയും വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായം ചെയ്ത 2 പിന്നെ വ്യക്തികളാണ് അവർ 2 പേരും. മാഷ് പിന്നെ പഠിച്ചത് അല്ല, അന്ന് ഞങ്ങൾ ഫീസ് കൊടുക്കേണ്ടിയിരുന്നു. ഹൈസ്കൂളിൽ ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു വർഷം 48 രൂപയാണ് ഫീസ്. അത് 8 ഗഡുക്കളായിട്ട് ഓരോ മാസം 6 രൂപ വീതം കൊടുക്കണം. പക്ഷെ അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അധികാരിൻ്റെ. അത് വാണിമേൽ അധികാരി ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അന്ന് മരുമക്കത്തായ സമ്പ്രദായത്തിൽ കൂടിയാണ് അധികാരി ഉണ്ടാവുക. PSC നിയമനമൊന്നുമല്ല. അധികാരി, കോലക്കായൽ, പിന്നെ മേനോൻ, ഈ 3 തസ്തികയാണ് വില്ലേജിലുള്ളത്. ഇന്നത് പേര് വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, വില്ലേജ് മേന. അന്ന് സൂപ്പിയാജി അതിൻ്റെ എത്തുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് വലിയ പാടാണ്. രക്ഷിതാക്കളെ പോയി മടങ്ങിയാലും പിന്നെ കുട്ടികളെ നിങ്ങൾ പോയി വാങ്ങിക്കാൻ തന്നെ. കുട്ടികൾ പോയിട്ട് കാല് പിടിച്ചാൽ കൊടുക്കില്ല. അന്ന് വളരെ സഹായിച്ച ഒരാളായിരുന്നു അന്നത്തെ കോൽക്കാരൻ, വില്ലേജ് മേൻ കേളുവമ്പ്യാർ, മംഗലശ്ശേരി കേളുവമ്പ്യാർ. ഞാൻ അയാളെക്കുറിച്ച് ഓർക്കുന്നു. ഞാൻ നേരത്തെ മറ്റേ കുഞ്ഞമ്മദാജി മൂസക്കാവ് പോലെ വിദ്യാർത്ഥിയുടെ പഠനത്തിന് വേണ്ടി വളരെയധികം സഹായിച്ച ആളുകളാണ് അയാൾ. അന്ന് അധികാരി സൂപ്പിയാജി അത് ഒപ്പിട്ട് തന്നില്ലെങ്കിലും അയാൾ ചെന്നിട്ട് അധികാരിൻ്റെ ഇത് കടലാസ് എത്തി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളിലെ ഓൽ പഠിച്ചോട്ടെ, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. മാത്രം ചിലപ്പം ഈ കേളുവമ്പ്യാനോട് പറയൂ, താഴെ പോയിട്ട് ഇത് മുറുക്കം വായിക്കൊണ്ടുപോവാ, വെത്തിലടക്കാം, അയാൾ മുറുക്കുന്ന ഒരാളാണ്, അതൊക്കെ കൊടുക്കും, അങ്ങനെ സന്തോഷിപ്പിക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞിട്ടേ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഞാൻ ഇടപെടുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഇതൊന്നും തീരൂല, ഇതിങ്ങനെ നീണ്ടുപോകും. അതെ, ഞാൻ എനിക്ക് സ്വഭാവമുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് പറഞ്ഞോളൂ. മാഷ് പിന്നെ പഠിച്ചത് മടപ്പള്ളി കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക്. അപ്പൊ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നതിന്റെ തൊട്ട് പിറ്റേത്തെ കൊല്ലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്. അപ്പം അന്ന് ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആണല്ലോ, അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചെല്ലുമ്പം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? കോളേജിൽ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണ്. അന്ന് ഈ പറഞ്ഞ പോലെ ബസ്സിൽ പ്രയാസത്തോടെയാ പോവുക. ഹൈസ്കൂൾ പഠിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൂടുതൽ കുട്ടികൾ. അന്നൊരു ക്ലാസ്സിൽ ഹൈസ്കൂൾ വെച്ച് ലിമിറ്റം വിധ കുട്ടികളായാലും ഉണ്ടാവുക.
പക്ഷേ ഇത് വിശാലമായിട്ട് ക്ലാസ് 80 കുട്ടികളാണ് ഉണ്ടാവുക. അപ്പോൾ വലിയൊരു സ്വന്തമായിട്ടൊരു കാര്യം പ്രകടിപ്പിക്കാനൊന്നും ഒരു അവസരം കിട്ടില്ല. സുഹൃത്തുക്കളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് അന്നങ്ങനെ ഇത് കഴിഞ്ഞു പോകും. അത്ര തന്നെ ഉള്ളൂ. അന്ന് എൻ്റെ സുഹൃത്ത് 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് തോടത്തിൽ മൂസ എന്നൊരാളായിരുന്നു. AG's ഓഫീസിൽ റിട്ടയർഡ് ഓഡിറ്റർ. ഞങ്ങൾ ചെറുപ്പത്തിലെ ഒന്നായിട്ട് കളിച്ച് ഒന്നായിട്ട് വന്ന് വടപ്പള്ളി താമസിച്ചത് ഒന്നിച്ചാണ്, യാത്രയിൽ ഒന്നിച്ചാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു കാലമായിരുന്നു. അന്ന് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ ഇതിൽ കോളേജിൽ രാഷ്ട്രീയ സംഘടന ഉണ്ടായിരുന്നില്ല, വിദ്യാസംഘടന ഉണ്ടായിരുന്നില്ല. ഈടില്ലാത്ത കാലത്താണ് ഞങ്ങൾ അവിടെ ചേർന്നത്. മാഷ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിൽ മാത്സിന് കിട്ടി. പക്ഷെ മാഷ് അതിന് പോയില്ല. മാഷ് അതിന് പകരം TTCക്കാ പോയത്. അപ്പൊ നമ്മൾ ഇന്ന് TTC എന്ന് പറയുന്നത് പോലെ ആയിരുന്നില്ലല്ലോ അന്ന് PSC വഴിയായിരുന്നല്ലോ TTCക്ക് കിട്ടുക, അല്ലെ? അതെ അതെ, ഇപ്പം നമുക്കത് PSC ആലോചിക്കാനേ പറ്റില്ല. പ്രയാസമാണ്. അതെങ്ങനെയാണ് ആ പ്രോസസ്സ്? ആ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ TTC കോഴ്സിന് അപേക്ഷ ക്ഷണിക്കുക PSC ആണ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. സാധാരണ PSC അപേക്ഷ വിളിക്കുന്ന പോലെ അപേക്ഷ കൊടുക്കുക. അപേക്ഷയൊക്കെ അവർ ഇന്റർവ്യൂ ടെസ്റ്റില്ല, ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അതിൽ മാർക്കിൻ്റെ വെളിച്ചത്തിൽ അവർ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കും. അവർ ഒരു സ്കൂളിലേക്ക് അലോട്ട് ചെയ്തിട്ട് അവരാണ് TTC കോഴ്സ് നടത്തുന്നത്. പരീക്ഷയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റാണ്. അന്ന് അഡ്മിഷൻ മാത്രമാണ് PSC നടത്തിയിട്ടുള്ളൂ. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ചോദ്യം ചെയ്ത് സമരം ചെയ്തിട്ടില്ല. PSC നിയമനം നടത്തി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജോലി ഒന്നും അവരല്ലേ ഞങ്ങൾ പലരും ചോദിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെവിടെയും വരെ പോയിട്ടില്ല. പിന്നെ മാഷ് അത് കഴിഞ്ഞിട്ട് TTC കഴിഞ്ഞിട്ട് 1972 അല്ലെ മാഷ് വാണിമേൽ UP സ്കൂളിൽ മാഷായിട്ട് ചേർന്ന. ദീർഘകാലം മാഷ് അവിടെ ഉണ്ടായിരുന്നു. മാഷ് ചേരുന്ന കാലത്ത് നമ്മുടെ സ്കൂളിൽ വാണിമേൽ MUP സ്കൂളിൽ ഉണ്ടായിരുന്ന മാഷന്മാരൊക്കെയാ? അന്നത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു കഥ എന്തൊക്കെയാ? അന്ന് അധികം കുറെ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ, ഞാൻ ചേരുന്ന അവസരത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകനുണ്ട്, അയാളെ പഠിപ്പിച്ച അധ്യാപകനുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ മാനേജർ ആലി മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ കൂടിയാണ്. പിന്നെ CM സൂഫി മാസ്റ്റർ, പിന്നെ MV കുഞ്ഞികൃഷ്ണ വാര്യർ, T മൊയ്ത് മാഷ്, BM കുഞ്ഞമ്പത് മാസ്റ്റർ, CH കുഞ്ഞബ്ദില്ല, പിന്നെ PP കുഞ്ഞബ്ദില്ല, ഇങ്ങനെ കുറേ അവരെ തന്നെയാണ്. KK അബ്ദുറഹ്മാൻ മാസ്റ്റർ. ഇവർക്ക് നമ്മൾ ഇന്നത്തെ പോലത്തെ അത്രയും കുട്ടികൾ ഉണ്ടായിരുന്നോ, അതോ അതിൽ വളരെ കുറവായിരുന്നോ കുട്ടികൾ? എൻ്റെ ക്ലാസ് 1ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ചത് 29 കുട്ടികൾ. എനിക്കപ്പോൾ കുട്ടികളുടെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ട് മുഴുവനും. ഞാൻ പറഞ്ഞത് മാഷ് പഠിപ്പിക്കുന്ന കാലത്തെ 72 മാഷ് പഠിച്ച കാലത്തല്ല, 72 മാഷ് MUP സ്കൂളിൽ ചേരുമ്പേ അപ്പം നേരത്തെ ഉള്ളതിനേക്കാളും ഇപ്പൊ ഇഷ്ടം പോലെ കുട്ടികളല്ല, അത്രയൊന്നും കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, ചെറിയ സ്കൂളായിരിക്കില്ലേ? അതെ, അന്ന് ക്ലാസ്സിൽ ശരാശരി 40 കുട്ടികൾ തോതിലാണ് ഉണ്ടാവുക. ഞാൻ ചേരുന്ന അവസരത്തിൽ 7 ക്ലാസ്സിലും കൂടി 15 ഡിവിഷനേ ഉണ്ടായിരുന്നുള്ളൂ. 7 ക്ലാസ്സും കൂടി, ഒരു ക്ലാസ് മാത്രം 3 ഡിവിഷൻ ABC, ബാക്കി 6 ക്ലാസ്സുകളും AB, ഈ 2 ഡിവിഷൻ, അങ്ങനെ മൊത്തം 15 ഡിവിഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ ക്രമേണ കൊല്ലം കഴിയും തോറും ഡിവിഷനുകൾ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ ചില ഘട്ടത്തിൽ ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികൾ ഇരിക്കേണ്ട ഗതികേട് വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ സ്ഥലമില്ല. പിന്നീട് നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മാനേജർ പുതിയ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് പുതിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. ഇതെല്ലാം അവിടെ പിന്നീട് വിദ്യാർത്ഥികളും അധ്യാപകരും നിരന്തരം ഓരോ കൊല്ലം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മാഷ് UP സ്കൂള് അധ്യാപകനായിരുന്നെങ്കിലും മാഷ് ഏറ്റവും ആസ്വദിച്ച് ചെയ്തൊരു ജോലി എന്ന് പറയുന്നത് SSLC ടാബുലേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള എത്രയോ കുട്ടികളുടെ SSLC ബുക്കിലുള്ള കൈയക്ഷരം മാഷിൻ്റെതാണ്. ആ ഒരു അനുഭവത്തെ കുറിച്ച് പറയും. ഈ SSLC ടാബുലേഷൻ എന്ന് പറയുന്നത് സാധാരണ SSLC പരീക്ഷ കഴിഞ്ഞ ശേഷം അതിൻ്റെ വാല്യുവേഷൻ ആദ്യം ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കലായിരുന്നു. ഓരോരുത്തർക്കും പാർസൽ അയച്ചു കൊടുക്കും. പിന്നെ കാലം മാറിയ ശേഷം സെൻട്രലൈസ്ഡ് വാല്യുവേഷനായി. സെൻട്രൽ വെച്ച് ഓരോ വിഷയത്തിനും വാല്യുവേഷൻ നടത്തും. അത് ഏപ്രിൽ മാസത്തിലാണ് വാല്യുവേഷൻ നടത്തുക. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലാണ് ടാബുലേഷൻ ജോലി. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ വർഷവും മെയ് 2-ാം തീയതി ആരംഭിച്ച് മെയ് 30-ാം തീയതി അവസാനിക്കുന്ന രീതിയിൽ. മെയ് 1-നുമില്ല 31-നുമില്ല, ശരിക്കും 29 ദിവസം ചെയ്യുന്ന ജോലിയാണിത്.
അതിന് ആളുകളെ സെലക്ട് ചെയ്യുന്നത് സ്വന്തം കൈപ്പടയിൽ അപേക്ഷ എഴുതിയിട്ട് പരീക്ഷാ കമ്മീഷൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കണം. അത് അയക്കുമ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥൻ, എന്താ AEO അല്ലെങ്കിൽ DEO, അവരെ സാക്ഷ്യപത്രവും വേണം, ഇത് സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണുള്ളത്. ഇങ്ങനെ അപേക്ഷ കൊടുത്തതിന് ശേഷം അവിടുന്ന് കൈപ്പട നോക്കിയിട്ടാണ് ടാബ്ലേറ്റേഴ്സിനെ നിയമിക്കുന്നത്. ഈ ടാബ്ലേറ്റേഴ്സ് നിയമിച്ച വേറെ തകരാറ് സംഭവിക്കുന്നത് കൈയക്ഷം നോക്കിയുള്ള തകരാറുണ്ട്. ഈ ടാബ്ലേഷൻ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു 2 പേരുള്ള ടീമാണ് ടാബ്ലേഷൻ നടത്തുക. ഓരോ ടേബിളിനും 2 പേരുണ്ടാവും. അവർക്ക് 2 പേർക്കും ഒരു ഏകദേശം 1600 കുട്ടികളുടെ സർട്ടിഫിക്കറ്റാണ് നൽകുക ടാബ്ലേഷന് വേണ്ടിയിട്ട്. അവരെ കംപ്ലീറ്റ് മാർക്ക് ലിസ്റ്റും ഷീറ്റും A ലിസ്റ്റും B ലിസ്റ്റും ഒക്കെ. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏകദേശം ഒരു 21 കോളത്തിൽ മാർക്ക് ചേർക്കാനുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം ഫസ്റ്റ് സെക്കൻഡ് അതിൻ്റെ ടോട്ടല്, ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ് അതിൻ്റെ ടോട്ടല്, ഹിന്ദി, ഇങ്ങനെ മൊത്തം കൂടി ലാംഗ്വേജിൻ്റെ ടോട്ടല്, അതുപോലെ സയൻസ് 3 പേപ്പർ, സോഷ്യൽ 2, മാത്സ് 2, അതിൻ്റെ എല്ലാം സബ് ടോട്ടലും കഴിഞ്ഞ് മൊത്തം ടോട്ടൽ, ഇതെല്ലാം കഴിഞ്ഞ് ഗ്രാൻഡ് ടോട്ടൽ അവസാനം കൊടുക്കണം. എന്നാൽ മൊത്തം 22 കോളത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് മാർക്ക് ചേർക്കണം. അപ്പം ഏകദേശം ഒരു 1600 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. ഈ കോളത്തിലൊക്കെ സംഖ്യ ചേർക്കേണ്ടത് ഏറ്റവും നിയമം എന്താണ്, തെറ്റുണ്ടാകാൻ പാടില്ല എന്നില്ല. സ്വാഭാവികമായിട്ടും തെറ്റ് സംഭവിക്കും, അത് വൃത്തി ചെയ്യുകയും വേണം. പിന്നെ പല സംബന്ധിച്ചും 2-3 ദിവസം കഴിയുമ്പം പരിപാടി ഒഴിവാക്കിയിട്ട് വിട്ടുപോയ ആളുകൾ ധാരാളം ഉണ്ട്. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിന് ആളെ എടുക്കും. അപ്പോൾ ഈ 2 കാര്യവും ശരിക്കും നിർബന്ധം ചെയ്യേണ്ടതാണ്. കൈയക്ഷരം ഒന്നാവണം, പിന്നെ ടാബ്ലേഷൻ വേണം. പിന്നെ ഈ മാർക്കൽ കൂട്ടിയിടണം, ഓരോ പേജിലും ഓരോ കോളവും കൂട്ടിയിടണം. ഇതൊക്കെ കൂട്ടി വെച്ചാൽ വലിയ 2000-ഓളം ടോട്ടൽ കോളം അല്ലേ കൂട്ടിയിടാണ്ടാവും. ഇതും പലർക്കും തെറ്റ് സംഭവിക്കും. ഇതൊക്കെ വളരെ നല്ല, എന്നെ സംബന്ധിച്ച് നല്ല 2 എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇത് പറയുന്നതല്ല, ഞാൻ ഒരു ഹാളിൽ ഞാൻ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ കംപ്ലീറ്റ് A സെക്ഷനാണ്. ഞാൻ 3 പ്രാവശ്യം പോയി, 5 പ്രാവശ്യം അപേക്ഷിച്ച് 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. A സെക്ഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ ടാബ്ലേഷനാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് സാധാരണ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ റാങ്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷ്മമായി ചെയ്യാനും അതിന് ഭയങ്കര മേൽനോട്ടമൊക്കെ ഉണ്ടാവും. മാത്രമല്ല, അവിടുന്ന് മാർക്ക് പുറത്തു പോകുന്നതിന് നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങളെ പുറത്ത് പിന്നെ ലെഷർ ടൈം മറ്റുള്ളവർ പോയി തിരിച്ച് കയറിയാലേ ഞങ്ങൾക്ക് ഭക്ഷണം കേൾക്കാൻ പുറത്തേയാളെ വിടും. ഞങ്ങൾ മറ്റുള്ളവർ ലിങ്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ മാർക്ക് പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു. എങ്കിലും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ അതിൽ മറ്റേ സന്തോഷം കൂട്ടിയുള്ളത്, ഒരു വർഷം ഞാൻ ടാബ്ലേറ്റ് ചെയ്തതിൽ സംസ്ഥാനത്തെ 3ാം റാങ്ക് ഞങ്ങൾ 2 പേര് ചെയ്ത കുട്ടിയായിരുന്നു. അപ്പോൾ അന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാം എല്ലാ കൊല്ലവും മാർച്ച് 27-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രിയും പരീക്ഷാ ഡയറക്ടർ പരീക്ഷാ കമ്മീഷണറും സെക്രട്ടറിയൊക്കെ കൂടിയാണ് പബ്ലിഷ് ചെയ്യുക. അതിന് മുന്നേ മാർക്ക് പോകാൻ പാടില്ല. അപ്പോൾ മാർക്കൊക്കെ 27 പബ്ലിഷ് ചെയ്ത് അതിന് ശേഷം സർട്ടിഫിക്കറ്റൊക്കെ എഴുതി സീൽ വെച്ച് സെക്രട്ടറി ഒക്കെ വെച്ച് പാർസലാക്കി ജ്യോതിയത കഴിഞ്ഞ് ആ സമയത്താണ് ഞങ്ങളെ കാണാൻ വേണ്ടി ഒരു ഹെഡ്മാസ്റ്ററും ഒരു കുട്ടി രക്ഷയാക്കാൻ വരുന്നത്. സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ 3rd റാങ്കിയ കുട്ടിയാണ് രക്ഷിതാവാ വന്നത് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ടാബ്ലേറ്റുമാർ 2 പേർക്കും ഞങ്ങളെ സൂപ്പർവൈസറായിട്ട് ഒരാളുടെ പരീക്ഷയുടെ ജീവനക്കാരനാണ്. ഞങ്ങൾക്ക് 3 പേർക്കും പ്രത്യേകം ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാനത് എപ്പോഴും വളരെ സന്തോഷത്തോടെ സ്മരിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ അതിൽ നിന്ന് മാറുകയാണേ. നമ്മുടെ നാടിന്റെ ഒരു കഥ പറയുമ്പേ, നമ്മുടെ നാട്ടില് പിന്നെ പുറത്തറിയപ്പെട്ടത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനുഷ്യർ തമ്മിൽ മതത്തിന്റെ പേരിലും പല കാരണങ്ങളാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണല്ലോ. ആ കാലത്തെ ഒരു മതസൗഹാർദ്ദം അത് ഏത് രീതിയിലാണ്? ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ്. കൊളപ്പറമ്പത്ത് അമ്പലത്തിലെ വിളക്കിന്റെ സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായമായിട്ടുണ്ടാവുക. അതുപോലെ വെള്ളിയോട്ട പള്ളിയിലെ നേർച്ചേന്റെ സമയത്ത് ഹിന്ദു സഹോദരങ്ങളൊക്കെയാണ് അവിടെ എല്ലാ സഹായത്തിനും ഒക്കെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു കാലം അത് മാഷ ഓർമ്മയിലെ ഏത് രീതിയിലാണത്, ഈ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കാലം? അതേപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്, കാരണം ഞാൻ അത്രയും ഈ സ്വല്ലയിൽ പോകാത്ത ഒരാളായതുകൊണ്ട്. എങ്കിലും കേട്ടറിവുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഈ സൗഹാർദ്ദം വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിര്യത്തിന് തെറയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിര്യത്താണ് ഞങ്ങളുടെയും കൂടി ഉത്സവം, അത് ചെറിയ ചങ്ങണ്ടിയിൽ. അതേപോലെ അമ്പലത്തിലെ ഉത്സവം, അതൊക്കെ വളരെ താലപ്പൊലി കാണാനും അത് ഘോഷയാത്ര കാണാനൊക്കെ പോകാറുണ്ടായിരുന്നു. സംഭവം പെട്ടെന്ന് അവിചാരിതമായി സംഭവിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് കുഴപ്പത്തെ സംഭവം ഇടച്ചേരി നിന്ന ആളുകളും നാട്ടുകാരനും എന്തോ വ്യക്തിപരമായ
സംഘർഷം ഉണ്ടായത് അത് വ്യാപിച്ച് മറ്റൊരു രീതിയിൽ മാറിയാണ് മനസ്സിലാക്കിയത്. ഞാൻ അത് അതിലേക്ക് എല്ലാ പോകുന്നില്ല. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അത് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ള അതെ അതെ വിഷയമാണ്. നമുക്ക് അതിന്റെ അതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു എന്താ പറയാ ഈ ഒരു കലാപങ്ങളും രാഷ്ട്രീയ കലാപങ്ങളും ഒക്കെ ആഹ് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടായി. അപ്പൊ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മാഷും അതുപോലെ തന്നെ അതേപോലെ മനസ്സുള്ള വേറെ കുറെ പേരും ചേർന്ന് അന്ന് വയൽപ്പീടിയെ കേന്ദ്രീകരിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നില്ലേ? ഏഹ് ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് അത് ഏകദേശം ഒരു കൃത്യ കൊല്ലം ഓർമ്മയില്ല. മിക്കവാറും ഒരു 70 കൊല്ലത്തിലാണ് സംഭവിച്ചത്. അന്ന് ഒരു സംഘടന, ഒരു ബന്ദ് പ്രമാണിച്ച് സംഘടന ഉണ്ടായിരുന്നു, രാഷ്ട്രീയ സംഘടന. ഇത് പരപ്പുറ എന്തല്ലോ ഇത് കട തീവെച്ച് കേസും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയിലേക്ക് ആളുകൾ അങ്ങോട്ട് പോകാൻ വിടാത്ത അങ്ങനെ ഒരു തർക്ക വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നേതാക്കൾ വന്നപ്പോൾ ഏക്കണായിരുന്നു ഒരു അടി കിട്ടുകയും ചെയ്ത്. അത് പകരമായിട്ട് വെലങ്ങാട് വെച്ച് ജോണിന് അടി കിട്ടി. പിന്നെ മലയിലെന്തോ ഒരു ബാബുവായിട്ട് തൊഴിൽ പ്രശ്നം അതും ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് പല പ്രശ്നങ്ങളും പേരിൽ കുറച്ച് കാലങ്ങൾ സംഘടന നീണ്ടുപോയി. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ പലർക്കും പട്ടിണിയായിരുന്നു. ജോലിക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അവരെ പണിയാദങ്ങൾ നഷ്ടപ്പെട്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള അവസരത്തിൽ എന്തെങ്കിലും നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശത്തോടു കൂടി വാണിമേൽ യൂത്ത് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന ഉണ്ടാക്കി. അതിലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തട്ടാങ്കണ്ടി കുഞ്ചബ്ദുൽ ഹാജിയായിരുന്നു എൻ്റെ പ്രസിഡന്റ്, പണ്ടത്തെ കോൺഗ്രസിന്റെ നേതാവ്. പിന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ ഏറ്റവും പ്രധാനത്തിൽ പറയാൻ ഒന്ന് CP മൊയ്തു, പോലീസ് മൊയ്തു, ഒന്ന് പുതിയോട്ടിൽ ഹാജിയാജി, അഡ്വക്കേറ്റ് PK അഹമ്മദ് കുട്ടി, പിന്നെ താനിപ്പറമ്പത്ത് അഹമ്മദ് അലി, ഭൂമിയെ കുളപ്പുറമ്പ് താമസിച്ചിരുന്ന വാണിമേൽക്കാരനായിരുന്നു അയാളന്ന്. പിന്നെ ഒന്ന് ഞാനുണ്ട്, ഞാൻ അതിന് സെക്രട്ടറി ആയിരുന്നു. പിന്നെ AK അമ്പത് മാഷ്, പിന്നെ പണിക്കര വീട്ടിൽ 50 മാഷ്, അമ്പലക്കണ്ടി അബ്ദുറഹിമാൻ, അങ്ങനെ മുഴുവൻ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവരൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങളെ സംഘടന അന്ന് നടത്തിയ ഒരു പരിപാടി വാണിഭന്റെ ചരിത്രത്തിലില്ലാത്തത്രയും ഗംഭീരമായ ഒരു ഗാനമേളയായിരുന്നു. അത് ധനസമാഹരണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നടത്തിയത്. അന്ന് നിങ്ങൾ കൊണ്ടുവന്നത് അക്കാലത്ത് മലയാള സിനിമാ സംഗീതത്തിന്റെ ഒരു എന്താ പറയാ ഒരു ചക്രവർത്തി എന്നൊക്കെ വിളിക്കാവുന്ന ബാബുരാജിനെയാണ്. അപ്പൊ ബാബുരാജ് ആദ്യമായിട്ട് വാണിമേല് വരുന്നു, നിങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ആ പരിപാടിയെ കുറിച്ച് ഒന്ന് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ രാഷ്ട്രീയ സംഘടന ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തണമെന്ന ഉദ്ദേശത്തിലായി രൂപീകരിച്ചേണ്ടത്. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആലോചിച്ച് ചെയ്ത പണിയാണ് ബാബുരാജിൻ്റെ ഒരു ഗാനമേള നടത്താനുള്ളത്. അതിന് ഈ പറഞ്ഞ സമിതി അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തെ സമീപിച്ചാൽ ചീക്കൊന്നുള്ള പ്രധാനി അദ്ദേഹം ബന്ധമുള്ള ഒരാളാണ് പക്രൻ ഹാജി, പുത്തമ്പള്ളി പക്രൻ ഹാജി. അയാളുടെ സ്വാധീനത്തിലാണ് ഇയാളെ കിട്ടിയത്. അന്ന് ഞങ്ങൾ ടോക്കൺ ടിക്കറ്റൊക്കെ അടിച്ചു. 5 രൂപ, 10 രൂപ, പിന്നെ 15 രൂപ, 25 രൂപ. അപ്പം ഞങ്ങൾ ആവശ്യത്തിനൊക്കെ പൈസ ധാരാളം കിട്ടുവാനായിട്ടുണ്ട്. അതിന് പല സമയത്ത് പല സ്ഥലം വീടുകൾ കേന്ദ്രീകരിച്ച് പോയതും പല രീതിയിൽ ഞങ്ങൾ പൈസ വേണ്ടത് കിട്ടി. ഞാൻ സന്തോഷം ഉണ്ടായില്ല. പരിപാടി നടത്തിയത് ഇല്ല, കൊടുത്തില്ല. പരിപാടി നടത്തിയില്ലല്ലോ, സംഘം സ്വരൂപിച്ച്. അതിനുശേഷം പരിപാടി നടത്താൻ വേണ്ടി വയൽപ്പീടിയ, അവിടെ വലിയ വയലുകളുണ്ടായിരുന്നു അറബിക്കുള്ളതിൻ്റെ മുമ്പിൽ. അവിടെ 2 വലിയ വയലുകളാണ് പരിപാടിൻ്റെ ഗ്രൗണ്ടായിട്ട് ഉപയോഗിച്ചത്. അന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് വലിയ തീരുമാനം എടുത്തു. ഇത് നമുക്ക് മറക്കുകയാണെങ്കിൽ ചെറിയ മറയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പരിപാടി നടത്തുന്നെങ്കിൽ നമ്മൾ കിട്ടിയ പൈസ മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതില്ലാതെ തന്നെ നമുക്ക് മറയില്ലാതെ തന്നെ നമുക്കിവിടെ പരിപാടി നടത്തണം. ചർച്ച ചെയ്ത തീരുമാനിച്ച കാര്യമാണത്. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്തു, വയലൊക്കെ ഗ്രൗണ്ടൊക്കെ നന്നാക്കി ചുറ്റുപാട് മരത്തിന് കമ്പുകൾ നാട്ടി അതിൽ ചൂടി വലിച്ച് ഒരു 3-4 വരി ഈ കമ്പുകൾ കൂടി ചുറ്റും ചൂടി വെച്ചിട്ട് ഒരു 2 തരം തിരിച്ച്. പിന്നെ ടിക്കറ്റ് എടുത്തവർക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശനം, ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പുറത്തുനിന്ന് കാണാം, എല്ലാം മാറി വന്നാലും കാണാം. വലിയ വിശാലമായ വയലാണല്ലോ. അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അത് നല്ല പരിപാടിയാണ്. പക്ഷേ ജനങ്ങൾ ബഹളം വെച്ചാൽ എന്താ ചെയ്യുക? പക്ഷെ ഇന്നത്തെ പോലെ ബഹളം വെക്കുന്ന ആളുകൾ അന്നില്ല. അതുവഴി ഞങ്ങൾ ശക്തരായ കുറേ വള്ളിയെ നിയമിച്ച്. വള്ളിയെ വെച്ചാൽ ഒരു സാധാരണക്കാരല്ല, കഴിവുള്ള സ്വാധീനമുള്ള ഒരു പ്രാധാന്യങ്ങൾ തന്നെയാണ് വെച്ചത്. ആലത്തങ്കണ്ടി ഔദാജിനെ പോലത്തെ പ്രമാണികളായ പല ആരോഗ്യന്മാരായ കണ്ണത്ത ഔദാജി, അവരൊക്കെ ഞങ്ങൾ സഹായത്തിൻ്റെ, ഞങ്ങൾ ആരും ഉള്ളിൽ കടത്തൂല എന്നൊക്കെ പറഞ്ഞ് ഗ്രൗണ്ടിനെ പുറത്ത് വരുന്നത്.
ബാബുരാജ് വന്ന്, പക്ഷെ വരാൻ കുറച്ച് താമസിച്ചതിന് കുറച്ച് കൂക്കിയുണ്ട് എന്നല്ലാതെ വന്ന ശേഷം ഗാനം തുടങ്ങിയ ശേഷം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മറ്റുള്ളവർ പുറത്തുനിന്ന് ഒരു കൂക്കിയും ബഹളവും ഒന്നുമില്ല. ശരിക്കും പരിപാടി കഴിയുന്നവരെ നിശബ്ദരായിട്ട് ഉള്ളിലിരുന്നവർ, ടിക്കറ്റ് എടുത്തവർ ഉള്ളിലിരുന്നിട്ടും എല്ലാവരും പുറത്തുനിന്നും നല്ല നിലയിൽ ആസ്വദിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ പരിപാടി ഭംഗിയിൽ കലാശിച്ച്. ആ പരിപാടിയും ക്രസന്റ് ഹൈസ്കൂളുമായിട്ട് ഒരു ബന്ധമില്ലേ? മാഷ് പറഞ്ഞിരുന്നു അതിനെ കുറിച്ചിട്ട്. ക്രസന്റ് ഹൈസ്കൂളിന്റെ ഒരു നിർമ്മാണമായിട്ട് ബന്ധമില്ലേ? ഉണ്ട്. അന്ന് ഞങ്ങളുടെ പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ സഹായമൊക്കെ കഴിച്ചിട്ടും അവസാനം ഞങ്ങൾ കണക്കാക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 7,000-ഓളം രൂപ, കൃത്യമായിട്ടുള്ള ഒരു 6 റുപ്യ 7 റുപ്യേൻ്റെ ഇടയ്ക്ക് മിച്ചം ഉണ്ടായിരുന്നു. അന്ന് വലിയ സംഖ്യ തന്നെയാണത്. അപ്പോൾ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ പൊങ്കൾ ചർച്ച അതും തീരുമാനിച്ചു, ഇതവിടെ വെച്ചേക്കുക. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അന്ന് ഇത് ബാങ്ക് അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടില്ല, അന്ന് ഉപയോഗിക്കുന്ന ബാങ്കൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക, ഇതവിടെ ആവശ്യത്തിന് പിന്നീട് ഉപയോഗിക്കാന്നുള്ളത്. അന്ന് കമ്മിറ്റിയിലെ ഞങ്ങൾ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു തറുവരാജും CK മാഷും. ഗാനമേള കമ്മിറ്റി മെമ്പർമാരാണ്. അപ്പോൾ ക്രസന്റ് ഹൈസ്കൂൾ തുടങ്ങുന്ന അവസരത്തിൽ ആദ്യഘട്ടത്തിൽ സാമ്പത്തിക പ്രയാസം അനുഭവപ്പെട്ടവർക്ക്, അപ്പം പ്രയാസം പെട്ടെന്ന് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും ഗ്രൗണ്ട് നിരത്തുന്ന സമയത്ത് പൈസയുടെ ആവശ്യം വന്നപ്പോൾ അവർ ഒരു അപേക്ഷ വന്നു, തൽക്കാലം വായ്പയായിട്ട് ഇങ്ങനെ ബാക്കിയുള്ള പൈസ ഒന്ന് തരണം എന്നുള്ളത്. അത് ഞങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും ഏകപക്ഷീയമായി തോന്നിയ നല്ലൊരു കാര്യമാണ്, ഇത് വെറുതെ കയ്യിൽ വെച്ച് കൂടേണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ അത് അംഗീകരിച്ചു. അതിന്റെ പേരിൽ അന്നത്തെ സെക്രട്ടറി, സ്കൂൾ സെക്രട്ടറി പ്രൊഫസർ TK കുഞ്ഞബ്ദില്ലാണ്, അയാൾ ഒരു അപേക്ഷ തന്ന് എൻ്റെ തവന്ന് ഞാൻ പൈസ കൊടുത്ത് റെസീറ്റ് വാങ്ങി വെച്ച്. ആ റെസീറ്റ് ഇപ്പൊ അടുത്ത കാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ അത് അന്നത്തെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയി, ആരും വക ചോദിക്കുവാനും ആളില്ല, അതിന് ആവശ്യമില്ല. അതുകൊണ്ട് ആ റെസീറ്റ് നഷ്ടപ്പെടുത്തി. ഈ മാഷ് നമ്മുടെ നാട്ടില് വളരെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളും കൂടിയാണ്. മാഷ് ശരിക്കും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എന്നെ കേസുകാരനാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, അതിനുശേഷം ഉമ്മൻചാണ്ടി പിന്നെ ഒരിക്കലും വാണിമേൽ അത് കഴിഞ്ഞ് വൈകാതെ വരികയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു അനുഭവം ഒന്ന് പറയോ? ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസരം, ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ എൻ്റെ അറിവിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു, ISO, ഇൻഡിപെൻഡന്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. അത് SP സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അന്നത്തെ PSPന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. അതായത് മുഹമ്മദ് അലി ആണ് അതിൻ്റെ സംസ്ഥാന നേതാവ്. ഞാൻ പിന്നെ ഹൈസ്കൂൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലെത്തിയപ്പോൾ ഞങ്ങൾ ചേർന്ന് 965 കോളേജ് ചേർന്ന് പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾ ജസ്റ്റ് മുമ്പിലാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോളേജിൽ നിന്ന് ഒഴിവായി പോയത്. അന്ന് കോളേജിൽ വേറെ 2-3 നേതാക്കളാണ് ഉണ്ടായത്. KSUവിൻ്റെ ഒരു ചോറോട് ബാലകൃഷ്ണൻ, അബ്ദുൽ ഒരു മുഹമ്മദ്, ഇങ്ങനെ 3 പേരാണ്. അപ്പം അന്ന് ഇലക്ഷനോടനുബന്ധിച്ചവർക്ക് KSUക്കാർ മത്സരത്തിനുണ്ടായിരുന്നു. പിന്നെ അന്ന് ASF ആണ് ഉണ്ടായിരുന്നത്. കാരണം 964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPM വേർതിരിഞ്ഞത്. അവർ അന്നുള്ള മുമ്പുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ASF. അപ്പോൾ കോളേജിൽ ASF ഉള്ള സംഘടനയാണ്, അത് SFI ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമായ 2 ശക്തികൾ ASFും KSU ആണ്. അന്ന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി, അന്ന് അയാൾ സംസ്ഥാന KSUവിൻ്റെ പ്രസിഡന്റാണ്, അന്ന് മണപ്പള്ളി ഹൈസ്കൂളിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ ഞങ്ങളെയൊക്കെ കോളേജിലെ നേതാക്കൾ ഞങ്ങളൊക്കെ കൂട്ടി അവിടെ പോയി. അങ്ങനെ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാനും അതിൽ ആവേശം കൊള്ളുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അതോടുകൂടിയാണ് ഞങ്ങൾ ഒരു KSU ആശയം ഞങ്ങളിൽ ഉദിച്ചു വന്നത്. വാണിമേലിന്റെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് KSUവിന്റെ കൊടി ഉയർത്തിയ ഒരാള് മാഷാണ്. അതിന്റെ രസമുള്ള ഒരു കഥയും മാഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് കൊടി വാങ്ങാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് പെങ്ങളെ പഴയ യൂണിഫോം പാവാട മുറിച്ചിട്ട് ഒരു കൊടി ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ വെള്ള കളർ കൊണ്ട് വെള്ള പേപ്പർ ഒട്ടിച്ച് KSU എന്ന് എഴുതിയിട്ടാണ് കൊടി. ആ കഥയൊന്ന് പറയോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കെയർ ഓഫ് ഞാൻ KSU ആയി എന്ന് പറഞ്ഞല്ലോ. അന്നാണ് ഞാൻ KSU പഠിക്കുന്ന ഒന്നാണ്. അന്ന് കൊടിയുടെ നിറം നീല കളറാണ്, അതിൽ KSU എന്ന് വെള്ള അക്ഷരത്തിൽ എഴുതും, ഇതാണ് കൊടി. അത് മനസ്സിലാക്കി. അപ്പം എൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മൂസ, AGS ഓഫീസിൽ ജോലി ചെയ്ത മൂസ, ഞങ്ങളൊന്നും ചെല്ലാത്തിനുണ്ടാവുക. മൂസ ഞാൻ ചർച്ച ചെയ്ത് നമുക്ക് വയൽപ്പള്ളിയിൽ KSUവിൻ്റെ കൊടി തൂക്കണം എന്നുള്ളത്. അതിനെന്താ പോയി നമുക്ക് കൊടി തൂക്കുമല്ലേ, അതിൻ്റെ വേണം കൊടി വാങ്ങണം. എൻ്റെ മൂസ ഇതിന് പൈസ ഒന്നുമില്ല. ആ പൈസ ഉണ്ടാക്കാൻ വഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞ അതിന് വഴിയുണ്ട്. എൻ്റെ പെങ്ങൾ അന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഇളയ പെങ്ങൾ. അന്ന് നമ്മളെ മുസ്ലിം കുട്ടികളൊക്കെ യൂണിഫോം ഇല്ല, നീലപ്പാവാട, പിന്നെ വെള്ള ഏതെങ്കിലും ഒരു ബ്ലൗസിൻ്റെ തുണിയും, അതാണ് അന്നത്തെ വീട്ടുകളെ വേഷം. അപ്പം എൻ്റെ വീട്ടിൽ പഴയ പാവാടയുണ്ട്. അപ്പം
അപ്പോൾ അത് ഞാൻ അതെടുത്ത് ഇളക്കി ഇസ്തിരി വെച്ച് ചതുരത്തിൽ മുറിച്ച് അതിൽ KSG ഒന്ന് കടലാസ് കൊണ്ട് മുറിച്ച് എഴുതി ഒട്ടിച്ച് 2 കൊടി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ മൂസയും വയൽപ്പിള്ളിയെ തൂക്കാൻ പോയി. വേറെ ചൂടിയൊക്കെ കിട്ടിയില്ല പോയത്. പക്ഷെ ഞങ്ങൾ കൊടിയും കൈ പിടിച്ച് നിൽക്കുകയെന്നല്ലാണ്ട് അത് തൂക്കാൻ ഞങ്ങൾക്ക് ആകുന്നില്ല. അപ്പോൾ ഞങ്ങൾ മരത്തിൻ്റെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇതൊക്കെ കാണുമ്പം വയൽപ്പിള്ളിയുടെ പ്രധാന നേതാവുണ്ടായിരുന്നു തൈക്കണ്ടി കുഞ്ഞമ്മദാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങളിത് ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ ഞങ്ങളുടെ ഏരിയത്ത് വന്ന് ഇതെന്താ സാധനം ഇതെന്നാന്നൊക്കെ ചോദിച്ച് അയാൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാ സംഭവം. എന്ന് വെച്ചാൽ അന്ന് KSG എന്താണ്, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ഉമ്മൻചാണ്ടി ഒന്നും അറിയപ്പെടുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കയറോ ഞാൻ പഠിച്ചതായത് അതൊന്ന് തൂക്കണ്ടിട്ട് വന്നതാണ്. ഓ അങ്ങനെയാണ് പിന്നെ ഞാനും വേണ്ടേ ഇല്ലേ, കോൺഗ്രസിൻ്റെ സംഘടനയാണെങ്കിൽ അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ കൊടിയൊക്കെ ഞാനും വേണമല്ലോ. അപ്പോൾ അന്ന് വയൽപ്പിലെ കടകളൊക്കെ അയാളെ കുടുംബത്തിൻ്റെയാണ്. അവർ കുറേ പണിക്കാരാണ് പണി ബേക്കിൽ വയലിൽ. അവർ 2 പണിക്കാരെ വിളിച്ച് അവർക്ക് ചൂടി വാങ്ങിക്കൊടുത്ത് ഈ കൊടി നന്നായിട്ട് കെട്ടി തൂക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വയൽപ്പിള്ളിയിൽ ആദ്യമായിട്ട് KSG 2 കൊടി കെട്ടി തൂക്കിയത് ഞാൻ മൂസയും കൂടിയിട്ടാണ്. അന്ന് മറ്റേ വേറെ എവിടെയും കൊടി ഉള്ളതായിട്ട് എനിക്കൊരു അറിവുമില്ല. മാഷ് പിന്നെ അത് കഴിഞ്ഞ് സജീവ കോൺഗ്രസ്സുകാരനാവുന്നുണ്ട്. പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാലത്താണ് വാണിമേലില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ആ സമയത്താണ് മാഷിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും പേടിച്ചു പോയ ഒരു സംഭവം. മാഷ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഒരു കാര്യം ഒന്ന് പറയോ? മാഷ് അത്രയ്ക്ക് പേടിച്ചു പോയ ആ സംഭവം. ഞാൻ ഇത് കഴിഞ്ഞ് KSG എന്ന് പറഞ്ഞ് അതിനുശേഷം ചോദിച്ചതുപോലെ ഞാൻ കോൺഗ്രസ് പ്രവർത്തനായി. അത് കുഞ്ഞമ്മദാജി അന്ന് വാണികൾ പഞ്ചായത്തും വളയം പഞ്ചായത്തും ഒറ്റ പഞ്ചായത്തായിരുന്നു, വിധിച്ചിരുന്നില്ല. അന്ന് 69-ലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പിളർപ്പ് നടന്ന് മൊറാർജി ദേശായി ഒക്കെ സംഘടനാ കോൺഗ്രസ് മണി വേറിട്ട് പോയി. ആ പിളർപ്പ് കേരളത്തിൽ വ്യാപകമായി ബാധിച്ചു. അന്ന് എല്ലാ സംഘടനകളും കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ചു. കോഴിക്കോട് DCC മെമ്പറായി കുഞ്ഞമ്മദാജി, വാണിമേൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിട്ടും അയാൾ തന്നെ. വാണിമേൽ വളയം കൂടിയ പഞ്ചായത്തിൻ്റെ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞമ്മദാജി. അപ്പോൾ ഒന്ന് സെക്രട്ടറിമാർ വേണം. അന്ന് നിയമം പ്രസിഡന്റ് സെക്രട്ടറിയെ നോമിനേറ്റ് ചെയ്യാമെന്നത്. അപ്പോൾ അയാൾ 2 സെക്രട്ടറിമാരെ നോമിനേറ്റ് ചെയ്ത്. അത് വാണിമേൽ ഭാഗത്തു നിന്ന് തന്നെയും വളയത്തുനിന്ന് ബാലകൃഷ്ണനും ഞാൻ 2 പേരാണ് സെക്രട്ടറി ജോലി ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് ഈ സംഘടനയൊക്കെ ഉണ്ടായത്. സംഘടന എല്ലാവർക്കും അറിയാം, 1953-ലെ സംഘടനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം അപ്പോൾ എന്താണ് കുഞ്ഞിരാമൻ കൊലക്കേസൊക്കെ അത് സംഭവത്തിന് ശേഷം 1988-ലാണ് വാണിമേലിൽ മാത്രം നാദാർ മേഖലയിൽ 9 കൊലപാതകങ്ങൾ ഒന്നിച്ച് നടന്നത്. സംഭവം തുടക്കം പറയുന്നത് ഏക്കാനായരുടെ ജീപ്പ് ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ വെച്ചൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, ദിവാകരൻ കൊലക്കേസ്. എൻ്റെ മുമ്പ് വാര്യാങ്കൽ കുഞ്ഞമ്മദാജി കൊലക്കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ സംഭവത്തിൽ ഞാനന്ന് ഒരു വെള്ളിയാഴ്ചയാണ് ദിവാകരൻ കൊലപാതകം നടക്കുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഞാൻ സ്കൂളിൽ ഓഫീസ് എടുക്കാറൊക്കെ ഞാൻ അധികം കൈകാര്യം ചെയ്യല്. അപ്പം അന്ന് വെള്ളിയാഴ്ച ദിവസം എന്തോ ഒരു ആവശ്യത്തിൽ ഹെഡ് മാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. അവിടുന്ന് ഉച്ചവരെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. വയൽപ്പള്ളി എത്തി നോക്കുമ്പോൾ മുഴുവൻ ഒരു ബഹളം, ആൾക്കാരൊന്നും അവിടെ നിൽക്കുന്ന, അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ കടകളൊക്കെ അടക്കുന്നത്. ഒരു സംഭവം എനിക്ക് മനസ്സിലായി, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മേലെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്നും ഒരു മറുപടി കിട്ടുന്നില്ല. വീട്ടിലെ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ മുറ്റത്തിറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു വായി ഇതാക്കുന്നു. സംഭവം ആരും ഒന്നും പറയുന്നില്ല, എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞു അതിനവിടെ നിന്ന്. അപ്പം എനിക്ക് തോന്നി എന്തോ സംഭവം ഉണ്ടെന്നുള്ളത്. റോഡൊക്കെ വിജയനാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരെ വന്ന് കോണിക്കൽ എന്നെ വിളിച്ച്. ഞാൻ ചെന്നു നോക്കുമ്പോൾ ഒരു SI ഉണ്ട് വണ്ടിയിലിരിക്കുന്നു. എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്ത് സംഭവം എന്ന് ചോദിച്ചു. ഇവിടെ നടന്ന സംഭവം എന്താ പറയാമെന്ന് പറഞ്ഞു. ഞാനൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ എവിടെയാണ്, ഇവിടെ അല്ലേ? ആ സംഭവമൊക്കെ ചോദിച്ചു. ഞാൻ ഇനി സ്കൂളിൽ പോയാണ്. എന്താണ് മാഷാണ് എന്തിനു പോയി? ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ സംഭവം ഒന്നും അറിയില്ല എനിക്ക്. അപ്പം എന്തോ എൻ്റെ മറുപടിയിൽ അയാൾക്ക് സത്യം തോന്നി. അയാൾ ഉടനെ പറഞ്ഞ് മാഷ് ഉടൻ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ പൊക്കിയെടുക്കുന്നു. അതോടുകൂടി എൻ്റെ തലയെ കൂടി എന്തോ ഇറങ്ങിപ്പോയി. പൊക്കിയെടുക്കുമെന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകുന്നില്ല അർത്ഥം. അപ്പോൾ ഞാൻ ചോദിച്ചു പോകണമെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഇഷ്ടമൊന്നും പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ച് വീട്ടിൽ പോയി. എൻ്റെ ബാപ്പ ഉണ്ട് പ്രായമല്ലേ. അപ്പോൾ എന്തിനാ വിളിച്ചു ചോദിച്ചു. ഞാൻ സംഭവമൊക്കെ പറഞ്ഞു. എന്നോട് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാപ്പൻ്റെ ഒരു സ്ഥലത്തും പോകണ്ട, നീ ഇപ്പം പോയി ഇനി വീണ്ടും കുറേ കഴിഞ്ഞിട്ട് മടങ്ങിയിട്ട് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ടുണ്ടാവുക. ഈ ഒരു സംഭവത്തിന് ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി എവിടെ നമ്മൾ വിളിക്കുന്നു. ആ സംഭവം ഓർക്കും പറയാൻ കിട്ടുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ്
കുറെ കഴിഞ്ഞ് വേറെ ജീപ്പ് വന്ന് വിളിച്ച് ഒരു പോലീസുകാർ വന്ന് ഡിവൈസ് വിളിക്കുന്നു പറഞ്ഞു. ഞാൻ അവരെ ഓടിച്ചെന്നു. അവർ പറഞ്ഞ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അയാൾക്ക് മനസ്സിലായി. നല്ല മനുഷ്യൻ, ഹരിദാസൻ്റെ ആള്. ആളെന്നെ സംഭവം ചോദിച്ചാലും പറഞ്ഞു, എന്നാ മാഷ് പോയിക്കോളൂ, വീട്ടിട്ടുന്നുള്ളൂ, എവിടെയും പോകണ്ട, ആവശ്യത്തിന് വിളിച്ചാൽ വരണമെന്ന് പറഞ്ഞു. ഇത്ര മാത്രം. അതിനുശേഷം പിന്നെ ആളുകൾ വരാൻ തുടങ്ങി. ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ടില്ല, അത് ഞാൻ അറിയാം. ഡെഡ് ബോഡി ഉള്ളോ വരുന്ന തന്നെ അറിയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലനും അന്ന് അവരെ മുന്നണിയിലുണ്ടായിരുന്ന തേക്കണ്ടി കുഞ്ഞുമകൻ, മുന്നേ ഞാൻ വേറെ മാറിയിട്ടുണ്ട്, കോൺഗ്രസ് ഐക്യനസമാരെ പ്രശ്നത്തിൽ. അപ്പോൾ കുഞ്ഞമ്പതാജിയും ബാലനും വരുന്നു. അവരെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരെ തോടി വന്ന് ചോദിച്ച്, എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്നെ ചോദിച്ചൊന്നും അറിയില്ല എന്ന് ചോദിച്ചില്ല. തന്നെ ഞാൻ സംഭവം പറഞ്ഞു, ഇങ്ങനെ ദിവാകരൻ കൊലപാതകം നടത്തിയിട്ടുണ്ട്, ആ കടേൻ്റെ ബാക്കിൽ ബോഡി ഉണ്ട്, ഇപ്പം കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് വരും എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ വേണ്ടി, ഞാൻ ഇവിടെ നിൽക്കണോ, ഞാൻ എവിടെയും പോകണമെന്ന് ചോദിച്ചു. ഞാൻ കുഞ്ഞുമാതിൻ്റെ കൂടെ വളരെ കാലം വർക്ക് ചെയ്തതല്ലേ. അയാൾ പിന്നെ കോൺഗ്രസ് ആയിട്ട് മാറിപ്പോയിട്ടാ. മനസ്സിലായി. അപ്പോൾ എന്നെ രണ്ടുപേരും മതി, ബാലന്മാർ പറഞ്ഞു, മാഷ് എവിടെയും പോകണ്ട, മാഷ് ഇവിടെ നിന്നാൽ മതി. ഈ സംഭവത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടിൽ 3 വീട് പറഞ്ഞു തന്നെ. തൊട്ടപ്പുറത്ത് കുഞ്ഞമ്മദാജിയുടെ അനുജൻ അവുല്ലാജിയുടെ വീടുണ്ട്, എൻ്റെ വീട്ടിൻ്റെ നേരെ മുകളിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട്. ഈ 3 വീട്ടിലും ഈ ഇത് സംബന്ധമായി ഒരു പോലീസുകാരൻ വരില്ല, ഇത് പേടിക്കണ്ട. അത് പറഞ്ഞ പ്രകാരം ഒരു സ്ഥലത്ത് ഞാൻ എവിടെയും മാറി നിന്നിട്ടില്ല. പിന്നെ ഈ എൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ DYSP എൻ്റെ വീട്ടിൽ കൊണ്ട് വിളിച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് കത്തൻ ചായ വേണം വന്നിട്ട് അത് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഞാൻ അന്ന് പേടിച്ചതെന്ന് വെച്ചാൽ വല്ലാത്ത പേടിച്ച് വെച്ചാൽ, കാരണം പേടിക്കാൻ കാരണം ഉണ്ടായിരുന്നു. അതിനെ തൊട്ട് മുമ്പാണ് കുഞ്ഞമ്മദാജി കൊലവന്നത് വാളാന്തോണ്ടിൽ വെച്ച്. അവിടുന്ന് അതിന്റെ ഇരിയത്തുള്ള സ്കൂളിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ പകരം എന്നെ അറസ്റ്റ് പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്, വോളിബോളിലേക്ക്. അന്ന് വയൽപീടിക എന്ന് പറഞ്ഞാൽ വാണിമേലിന്റെ വോളിബോൾ കേന്ദ്രമായിരുന്നു എന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ആരൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കളിക്കാര്, ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ടീമുകൾ, എങ്ങനെയാ പിന്നെ വയൽപീടിക എന്ന് വോളിബോൾ ഇല്ലാണ്ടായത്? വാണിമേലിലെ പ്രധാനപ്പെട്ട കളിക്കാർ അക്കാലത്തെ ആളുകൾക്കൊക്കെ അറിയുന്ന ആളാണ്. അത് ഏറ്റവും പ്രധാനി കണ്ണോത്ത് കുഞ്ഞമ്മദ് ഹാജി. രണ്ടാമത് അയാളുടെ അനുജൻ മൊയ്തു ഹാജി, കണ്ണോത്ത് മൊയ്തു ഹാജി. അരക്കണ്ടി ആലി ഹാജി, പുൽപ്പനങ്ങാണ്ടി അമ്പതുട്ടി വക്കീല്, പുതിയോട്ടിൽ മൂസ ഹാജി, തലോപ്പങ്ങണ്ടി അബ്ദുല്ല മാസ്റ്റർ, കൗർ അന്തൂർ ഹാജി, താഴപ്പീടിൽ ഔദ് ഹാജി. ഇങ്ങനെ നിരയിൽ പിന്നെയും കുറേ ആളുകളുണ്ട്. അന്ന് സ്ഥിരമായിട്ട് കോളേജിൻ്റെ പിന്നിലെ വയലിൽ വെച്ച് സ്ഥിരമായിട്ട് വോളിബോൾ മത്സരം ഉണ്ടാകാറുണ്ട്. സാധാരണ ഡെയിലി കളിക്കുന്ന മത്സരം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലെ പല ടീമും വന്നിട്ട് ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവമുണ്ട്. അന്ന് അവിടെ തന്നെ ഒരിക്കലും കൊണ്ട് ഒരു 4-6 ടീം വാണിമേൽക്കാർ തന്നെ ഉൾപ്പെട്ട് ടീം ഉണ്ടാക്കി മത്സരം നടത്തി. ഓരോന്ന് പേരും ഉണ്ട്, തൗഫീക്ക്, കാശസ്കർ ഇങ്ങനെ പറഞ്ഞിട്ട്. അതിൽ കൗരമൊയ്തു അതിൻ്റെ ടീം കുറേ വീക്കായ ടീമായിരുന്നു. കളിക്കാൻ നല്ല കളിക്കാല്ല, അയാളൊന്നും ആരും കണക്കിലെടുത്തിട്ടില്ല. പക്ഷെ അയാളന്ന് തലോപ്പണ്ടി ഔദാഷ കൂട്ടിക്കൊണ്ടുവന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ടീമിൽ. ഔദാഷ് അന്ന് ദേവഗിരി കോളേജിലെ വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്നു. ഔദാഷ് നല്ല കളിക്കാരനായിരുന്നു. അങ്ങനെ എല്ലാ പ്രഗത്ഭമായ കളിക്കാരുണ്ടായിട്ടും അവസാനം ഔദാഷ കെയർ ഓഫിൽ മൊയ്തു അതിൻ്റെ ടീമാണ് വിജയിച്ചത്. അന്ന് കുറ്റ്യാടി ഈഗിൾസ്, വടകര ഹസീന എന്നൊക്കെ പേരെടുത്ത ടീമുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ പലപ്പോഴും ഒളിമ്പ്യൻ അബ്ദുറഹ്മാൻ അടങ്ങിയ ടീം അവരൊക്കെ വാണിമേൽ കളിച്ച എനിക്ക് ഓർമ്മയുണ്ട്, വയൽപ്പിടിയിൽ കോളേജ് ബേക്കിൽ. പക്ഷേ കുഞ്ഞമ്മദ് ഹാജി വിചാരിതമായി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അതോടുകൂടി വാണിമേൽ കളി അവസാനിച്ചു. അതാ സംഭവിച്ചത്. പിന്നെ വാണിമേലില് നമ്മുടെ നാട്ടിലുള്ള ഒരു ലെജൻഡറി അധ്യാപകൻ എന്ന് പറയുന്നത് നമ്മുടെ തലോപ്പണ്ടി മാഷാണ്, ഹെഡ് മാഷ്. അദ്ദേഹം ഭയങ്കര ഗംഭീര വോളിബോൾ കളിക്കാരനായിരുന്നു എന്നല്ലേ മാഷ് പറഞ്ഞേ? അതെ, നല്ല കളിക്കാരൻ. അതെ, അദ്ദേഹത്തിന്റെ കൂടെ കളിച്ച ഒരാളുണ്ടായിരുന്നു, അബൂബക്കർ. ദേവഗിരി കോളേജിൽ അബ്ദുല്ല മാഷ ടീമിൽ അയാളെ കൂടെ കളിച്ച ഒരാളാണ് അബൂബക്കർ. ഞാൻ പറയുന്ന നാദാപുരം വാണിമേൽ ഈ രാഷ്ട്രീയ സംഘടനകളുടെ അവസരത്തിൽ ഈ പറഞ്ഞ മടോമ്പലി ഇബ്രാഹിമൊക്കെ കൊല്ലപ്പെട്ട അവസരത്തിൽ അന്ന് ഈ അബൂബക്കർ DYSP ആയിരുന്നു, വടകര DYSP. അന്ന് വാണിമേൽ ക്രമസമാധാനത്തിന് വേണ്ട കൂടുതൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ വയൽപ്പിടിയിൽ വെച്ച് ഒരു അബ്ദുല്ല മാഷെ കുറിച്ച് അന്വേഷിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെ അബ്ദുല്ല മാഷ് ഉണ്ടല്ലോ എന്ന്. അപ്പൊ അവര് കളിച്ച ബന്ധം ഓർമ്മിച്ച് അയാൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷിച്ചത്. വേറൊരു കഥയിലേക്ക് പോവാണേ.
മാഷ ജീവിതത്തിലെ ഭയങ്കര രസമുള്ള ഒരു അനുഭവത്തിന്റെ അകത്ത് ഒരു തവളയുണ്ട്. കാണാണ്ടായി പോയി ഒരു തവള. ആ തവളേന്റെ കഥ പറയും. അങ്ങനത്തെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം പറയുകയാണെങ്കിൽ, ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് പഠിച്ചത്. വാൺമേൽ സ്കൂളിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ അധ്യാപകൻ ഞാനാണ്. അന്ന് സ്കൂളിലെ പ്രധാനപ്പെട്ട 4 വർഷം കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം CN സൂഫി മാസ്റ്റർ. വളരെ കാലം വാൺമേൽ സ്കൂളിലെ സയൻസ് അധ്യാപകനും മലയാള അധ്യാപകനും അയാളായിരുന്നു. ഞാൻ ചേർന്ന ആ വർഷം തന്നെ ഒരു സബ് ജില്ലാ സയൻസ് ഫെയർ മത്സരത്തിന്, ശാസ്ത്രമേളയ്ക്ക് പലതും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സൂഫി മാഷ് എന്നെ ആ സഹായത്തിൽ വിളിച്ച്. കാരണം അദ്ദേഹം ശിഷ്യനാണ് ഞാൻ, പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഞാനും എല്ലാ കാര്യത്തിലും ഞാൻ സഹായിച്ചു കൊടുത്ത്. ആ സഹായിച്ചു കൊടുത്ത ശേഷം സബ് ജില്ലയിൽ സമ്മാനം കിട്ടി, ഫസ്റ്റ് കിട്ടി. വടകര വിദ്യാഭ്യാസ എല്ലാ മത്സരത്തിൽ അതിലും സമ്മാനം കിട്ടി. അതോടുകൂടി അദ്ദേഹം എന്നെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ലീവ് എടുത്തപ്പോൾ ഒരു സർക്കാർ ക്ലാസ് സയൻസ് എനിക്ക് എടുക്കേണ്ടി വന്നു. അന്നൊരു തവളയെ കീറി പരിശോധിക്കാനുള്ള പാടുണ്ടായിരുന്നു. തവളയുടെ ആന്തരഭാഗങ്ങൾ കാണിച്ചു വിടാൻ കുട്ടികൾ അങ്ങനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിജയിച്ചില്ല, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മറ്റൊരു അമ്മത് കുട്ടി, അവൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പാസ്സായ ആളാണ്. അപ്പോൾ ഞാൻ അയാളെ സഹായം തേടി. ഇങ്ങനെ ഒരാവശ്യമില്ല, കുട്ടികളുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, സ്കൂൾ ചേർന്ന ഉടനെയാണ് നമുക്കത് കാണിച്ചു തരാൻ സഹായിക്കണമെന്ന് ഓറയാമീന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തവളയെ ഒരു ഞായറാഴ്ച പിടിച്ച്, വലിയ തവള അവൻ ഒരു ടിന്നിലടക്കം ചെയ്ത്, ശ്വാസം കഴിക്കാൻ ചെറിയ ദ്വാരവും വെച്ച് കൊടുത്ത്. ഞങ്ങളത് അന്ന് അമ്മത് കുട്ടി അവിടെ അറബിക് കോളേജിലെ അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി അവൻ അവിടെ താമസിക്കുകയും ചെയ്യും, അവിടെ മറ്റധ്യാപകരുടെ കൂടെ. അപ്പോൾ ആ ടിന്നിയാണ് അവിടെ കോളേജിൽ വെക്കുകയും ചെയ്തു വൈകുന്നേരം ഞായറാഴ്ച. എൻ്റെ അവിടെ ഒരു പ്യൂണുണ്ട്, കുറച്ച് വൃത്തം കെട്ട ചെറിയതാ. അപ്പോൾ അവന് ഏർപ്പാടുമാക്കി, ഇത് തവളയാണ്, ഇത് തുള്ളിപ്പോവും, നമ്മൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല അവൻ നോക്കെല്ലാം പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനും അമ്മ വീട്ടും പലപ്പോഴും ചെന്ന് നോക്കുമ്പോൾ തവളയിൽ തന്നെ ഉണ്ട് പടക്കുന്നത്. ഈ ടിന്ന് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇത് പടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ നിന്ന്. അങ്ങനെ രാവിലെ സ്കൂളിലെത്തി അമ്മ വീട്ടിൽ വന്ന്, അന്ന് ഇത് കാണാൻ വേണ്ടി കുട്ടികൾ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. ക്ലാസ്സിൽ വലിയ ബഹളും കുട്ടികളൊക്കെ അടക്കിയിരുത്തി. പിന്നെ 1-2 അധ്യാപകരും ഇതൊക്കെ കാണാം, ഇതുവരെ കാണാത്തതല്ലേ, തവളയെ കീഴിൽ ആധാരകടയിലല്ലോ, അധ്യാപകരുണ്ട്. അവിടെ എത്തി വെല്ലൊക്കെ അടിച്ച്. അപ്പോൾ ഇത് തുടങ്ങണം. അപ്പോൾ എൻ്റെ ആരോ ഒരു അഭിപ്രായം പറഞ്ഞ്, ഈ തവള മൂട് തുറക്കുമ്പോൾ തുള്ളിപ്പോയേക്കാം. അപ്പം അത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി വലിയ തുണി കൊണ്ട് മൂടി വെക്കുക ഈ ടിന്നിനാ. വലിയ തുണി കൊണ്ട് മൂടിയിട്ട് ആ തുണിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിട്ട് അതിന് മൂടി അടപ്പ് തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ അഭിപ്രായം മാനിച്ച് അങ്ങനെ ചെയ്ത് അടുത്ത വീട്ടിൽ നിന്നൊരു വലിയ തുണി വാങ്ങിക്കൊണ്ടുവന്ന് ഈ ടിന്നിനെ മൂടി മെല്ലെ എൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട്, ഞാനല്ല മറ്റേ പറഞ്ഞ എന്നെ സഹായിക്കാൻ വന്ന അമ്മ വീട്ടിലാണ്, തുണീൻ്റെ ഉള്ളിൽ കൂടി കൈയിട്ട് മൂടി തുറന്ന് ഉള്ളൊന്നും കെടുത്തത് തവളയെ പിടിച്ച് കൊണ്ടുവന്ന് ഉരുണ്ടൊരു കല്ല്. തവളയില്ല. സംഭവം ഒട്ടാകെ ബഹളം, കുട്ടികളും അധ്യാപകരും കൂട്ടിയും ചിരിയും ബഹളം തന്നെ. സംഭവം എന്താ വെച്ചാൽ കോളേജിൽ ആ കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇത് ഒളിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയ ശേഷം അമ്മ തുറന്നു നോക്കി, അതങ്ങനെ തുള്ളിപ്പോയി തവള. പകരം ഒരു ഉരുണ്ട കല്ലെടുത്തിട്ടതാ. ഞങ്ങൾ ടിന്നെടുക്കുമ്പോഴൊക്കെ കല്ലതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴുന്നു. അപ്പോൾ തവളയാണെന്നാ ഞങ്ങൾ വിചാരിച്ച്. അപ്പം പിന്നെ 2 ദിവസം എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു, പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. നമ്മളെ നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് മാഷ് പറഞ്ഞത് ഒരു വലിയ മിസ്സായിരുന്നു. അതായത് വാണിമേൽ അറബിക് കോളേജിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് അവസാനം അത് വഴുതിപ്പോയ കഥ, അതെന്തായിരുന്നു? അത് സംഭവം എന്താ വെച്ചാല്, പിന്നെ 966 അറബിക് കോളേജ് ആരംഭിച്ചത്, ക്ലാസ് ആരംഭിച്ചത്. 67 ഞാൻ കെട്ടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം മിക്കവാറും വർഷങ്ങളിൽ വാർഷികവും കൊണ്ടാടാറുണ്ട്. അന്ന് കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. 68 കേരളത്തിൽ കോഴിക്കോട് 2ാമതൊരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. അത് CH മുഹമ്മദ് ഫയാസ് സാഹിബ് വിദ്യാഭ്യാസം തെളിയിക്കുന്ന അവസരത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കൃപനാഥ് സെന്നാണ്. അപ്പോൾ അന്ന് വൈസ് ചാൻസലർ MM ഗനി, ആദ്യത്തെ രജിസ്ട്രാർ സെയ്ദ് മുഹമ്മദ്. അന്ന് അറബിക് കോളേജിൻ്റെ ഒരു വാർഷിക യോഗത്തിന് ചീഫ് ഗസ്റ്റായിട്ട് ഇങ്ങനെ സെയ്ദ് ഇതിൽ കൊണ്ടുവന്നു രജിസ്ട്രാർ. അയാൾ പരിപാടിക്കൊക്കെ സന്തോഷവും വരികയും ചെയ്ത്, പരിപാടി പങ്കെടുക്കുകയും ചെയ്ത്. കെട്ടിടമൊക്കെ കണ്ട അയാൾക്ക് വലിയ താല്പര്യമായി, നല്ല രസമുള്ള കെട്ടിടം. ആ കെട്ടിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കെട്ടിടത്തിന്റെ പ്ലാനൊക്കെ ചെയ്ത് അന്നത്തെ ചീഫ് എഞ്ചിനീയർ കുട്ടിയാമ സാഹിബായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്ലാനിനനുസരിച്ചാണ് കെട്ടിടം നിർത്തിയത്. ചുറ്റും മുഴുവൻ കരിങ്കല്ലിൻ്റെ ചുമരുകളൊക്കെയാണ്. ഈ കെട്ടിടം കണ്ടിട്ട് രജിസ്ട്രാർക്ക് വല്ലാത്ത ആവേശമായി. അപ്പോൾ അയാൾ ഞങ്ങൾ ആവശ്യപ്പെടാത്തതിന് ഇങ്ങോട്ട് പറഞ്ഞു, അന്ന് ഞാനൊന്നും രംഗത്തില്ല, ഇത് നമുക്ക് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ തരും നിങ്ങൾക്ക്. അങ്ങനെ ചെയ്ത് കിട്ടിയാൽ സർക്കാർ ശമ്പളത്തോടു കൂടി ഫറൂഖ് അറബിക് കോളേജ്, പുളിക്കൽ അറബിക് കോളേജ്, ഇതുപോലത്തെ അറബിക് കോളേജായിട്ട് നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാം. നമ്മൾ പൈസയൊന്നും നോക്കണ്ട, ശമ്പളം നോക്കണ്ട, എല്ലാം അവരെല്ലാം ആയിക്കോളും, പരീക്ഷ അവർ നടത്തിക്കോളും. പക്ഷേ നിങ്ങളുടെ അപേക്ഷ എത്താൻ സർക്കാർ അംഗീകാരം തരുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും ആവേശമായി. പക്ഷേ അതിൽ തടസ്സം വന്ന ഒറ്റ കാര്യമാണ്, അന്ന് ഇവരെ സിലബസ്, യൂണിവേഴ്സിറ്റി സിലബസ് എന്ന് പറയുന്നത് മുജാഹിദ് പക്ഷത്തിലെ സിലബസ് ആയിരുന്നു. അതിനുപോലെ അവർക്ക് തീർപ്പില്ല. പക്ഷെ വാണിമേൽ എല്ലാ വിഭാഗമുണ്ട്, സുന്നി, ജമാഅത്തെ ഇസ്ലാമി. അവർ മറ്റുള്ളവർക്ക് അതിൽ താല്പര്യമില്ല. ഇത് മുജാഹിദ് സിലബസ് ആയപ്പോൾ പേടിയുണ്ട്. കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് വേണ്ടാന്ന് തീരുമാനിച്ചു. വലിയ ചോദിച്ചതുപോലെ വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും ആ കോളേജിൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള കോളേജായിട്ട് വാണിമേൽ നിൽക്കുമായിരുന്നു. 1979 സെപ്റ്റംബർ 15 വാണിമേൽ ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വാണിമേലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഭയങ്കര വീറും വാശിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് മാഷ് അതിനെ കുറിച്ച് ഓർക്കുന്നത്. അതിനെ കുറിച്ച് പറയും. 1979 പഞ്ചായത്ത് വാണിമേൽ ഒന്നാമത്തെ എന്ന് പറയാൻ പറ്റാ, ഇന്നത്തെ രൂപത്തിലുള്ള പഞ്ചായത്ത്, വളയം വാണിമേൽ വിഭജിച്ച ശേഷം ഇന്നത്തെ രൂപത്തിലുള്ള പഞ്ചായത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1979 അന്ന് മുന്നണികൾ അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും പറയാം, വാണിമേൽ 1, 2, 3, 4 ഈ 4 വാർഡുകളിൽ മുസ്ലിം ലീഗ് ഭൂരിപക്ഷമുള്ള വാർഡുകളായിരുന്നു. മൊത്തം 8 വാർഡുകളാണുള്ളത്. അന്ന് കേരളത്തിലെ ഭരിക്കുന്ന മുന്നണി കോൺഗ്രസിൽ ആന്റണി കോൺഗ്രസ് വിഭാഗവും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന മുന്നണിയാണ് ഭരിക്കുന്നത്. കേരളത്തിലെ മുന്നണി അതാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ആ മുന്നണിയാണ് പഞ്ചായത്ത് മത്സരിച്ചത്. പക്ഷേ വാണിമേൽ 1, 2, 3, 4 വാർഡുകളിൽ കോൺഗ്രസിന് തരാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല. ബാക്കി വേറെ വാർഡുകൾ തരാം. വിലങ്ങാട് കോൺഗ്രസിന് ആന്റണിക്ക് മത്സരിക്കാൻ വാർഡ് തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായി. 1, 2, 3, 4 വാർഡിൽ ഏതെങ്കിലും ഒന്ന് തരണം എന്നുള്ളത്. അപ്പോൾ അവർ തരാൻ ഒരു വിധം തയ്യാറായില്ല. ബ്ലോക്ക് ലെവലിൽ ചർച്ച ചെയ്തിട്ടും തീരുമാനമായില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, മുസ്ലിം ലീഗിൻ്റെ മുന്നണിയിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ ആന്റണി കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയോട് കൂടി ചേർന്ന് പഞ്ചായത്തിന് മത്സരിക്കുകയാണത്. ആ മാർക്സിസ്റ്റ് പാർട്ടി സന്തോഷിച്ചു. കാരണം അവർക്കും 4 ഏതെങ്കിലും ഒരു വാർഡ് അവരെ ഭൂരിപക്ഷത്തിൽ കിട്ടിയാൽ അവർക്കും സന്തോഷമാണല്ലോ. മാത്രമല്ല അന്ന് ഇതിലൊന്നും പെടാത്ത ഇതായിരുന്നു കരുണാകരൻ കോൺഗ്രസ്. അവരും ഞങ്ങളെ സഹായിച്ചു. അതായത് 2 കോൺഗ്രസും പിന്നെ CPM-ഉം CPI-യും എല്ലാവരും കൂടി മുസ്ലിം ലീഗിൻ്റെ മത്സരിച്ച്. 1-ാം വാർഡിൽ തൈക്കണ്ടി കുഞ്ഞമ്മദാജി, തറവാജി, കോൺഗ്രസ് കുഞ്ഞമ്മദാജി, തറവാജി മറ്റേത്. 2-ാം വാർഡിൽ TV മമ്മുവാജി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആൽത്തങ്ങൻ്റെ ഔദാജി. 3-ാം വാർഡിൽ CK മമ്മുവാഷി, LB കോരൻ. 4-ാം വാർഡിൽ പിന്നെ കുഞ്ഞിപ്പറമ്പത്ത് മൊയ്തു, C സുഫിയാൻഷി. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഞങ്ങളെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമുണ്ട്, ഈ 4 വാർഡും കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ല, എല്ലാം CPM തന്നെയാണ് ജയിക്കും എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്താൽ ഭാഗ്യത്തിന് അവസാനം നോക്കുമ്പോൾ 1-ാം വാർഡ് മലർത്തിയടിച്ച് കുഞ്ഞുമുദാജി വിജയിച്ചു. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വാശിയോ എന്താ അന്നത്തെ വേറെ പ്രത്യേകത. ഈ എല്ലാ പഞ്ചായത്തിലും ലീഗും കോൺഗ്രസിലും ഒന്നിച്ചായിരുന്നു. എല്ലാ സ്ഥലത്തും പ്രചാരണത്തിന് നേതാക്കൾ വരുമ്പോൾ വാണിമേൽ പാലത്തിൽ നിരത്തി വെച്ചാൽ കോൺഗ്രസിന്റെ വണ്ടിയാണെങ്കിൽ ലീഗിന്റെ കൊടി അവിടെ കഴിച്ചു വെക്കും. പിന്നെ ലീഗിന്റെ ആറാ വരുന്നെങ്കിൽ കോൺഗ്രസിന്റെ കൊടി അവിടെ കഴിച്ചു വെക്കും. രണ്ടാർക്കും ഒന്നിച്ച് വന്നു പറ്റില്ല. ഇടി വെച്ച് രണ്ടും വ്യത്യസ്തമായിട്ടാണ് മത്സരിച്ചത്. ഈ റേഡിയോയുടെ കഥ മാഷ് പറഞ്ഞു. പണ്ട് റേഡിയോ ഭയങ്കര അപൂർവമായിട്ടായിരുന്നു. റേഡിയോ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായിരുന്നല്ലോ. അപ്പൊ മാഷ് റേഡിയോ വാങ്ങാൻ പോയ ഒരു കഥ പറയുമ്പോൾ അതിൽ എന്റെ ഉപ്പാന്റെ കഥയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് റേഡിയോ വാങ്ങുന്ന താല്പര്യമുണ്ടായി സ്കൂളിൽ ചേർന്ന് അധ്യാപകനെ ഉടനെ. പക്ഷെ അന്ന് റേഡിയോയിലും പൈസ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ ഒരു പൈസയുണ്ട് അന്നത്തെ പൈസ. അന്ന് എന്നെ സംബന്ധിച്ച് സ്കൂളിൽ ആദ്യം കിട്ടിയ ശമ്പളം 150 രൂപയാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ഇടക്കാല ആശ്വാസം പോയാൽ 190 രൂപ കിട്ടി. ആ കാലത്ത് റേഡിയോ വാങ്ങുവാനാവില്ല. കാരണം സ്കൂളിൽ ചേരുമ്പോൾ ചില പൈസ കൊടുക്കേണ്ടി വരുമല്ലോ, അതിൻ്റെ കുറച്ച് കടങ്ങളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ആ റേഡിയോ കിട്ടണം. അപ്പോൾ എൻ്റെ സ്കൂളിൽ വേറെ ഒരു അധ്യാപകൻ CH പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് എങ്ങനെയാണ് കിട്ടുവാറില്ല. അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി. പിതാവ് 50 മാസം നമ്മൾ സുഹൃത്തും കൂടിയാണ്. അവർക്ക് ഈ സ്വാധീനം ഉണ്ട് എന്നത്. തലശ്ശേരി R&D സിൻഡിക്കേറ്റ് ഇലക്ട്രോണിക് കട 50 മാസം എന്തെല്ലാം സ്വാധീനം കട ഉണ്ട്. അപ്പം ഞങ്ങൾ മാഷെ സമീപിച്ചു. വളരെ സന്തോഷപൂർവ്വം ഞാൻ വരെ നമുക്ക് ഒരു ദിവസം പോകാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ 3 പേര് ഒന്നിച്ച് പോയി. അവിടെ എത്തി. മാഷ് കട നല്ല സ്വീകരണമായിട്ട് എന്തോ വലിയ സ്വാധീനം ഉണ്ട് അവിടെ. ഞങ്ങൾ ലോൺ അടിസ്ഥാനത്തിൽ റേഡിയോ വാങ്ങിച്ചു. അത് പിന്നെ ഞങ്ങൾ മാസം
പോസ്റ്റ് ഓഫീസിൽ സേവ് ചെയ്ത് ലോൺ അയച്ചു കൊടുത്തു. എടുത്തിട്ടാണ് റേഡിയോ വാങ്ങിയല്ലേ? അതിൽ പൈസ എടുത്ത് അവർ കടം തന്ന്, കടം തന്ന് അത്ര തന്നെ. അതിന്റെ പൈസ കൃത്യമായിട്ട് മാസം അടച്ചു കൊടുത്തു. അതിപ്പോ നന്ദിയോടെ ഓർമ്മിക്കുന്നതാണ്. ഈ CVK അമ്മതൊട്ട് മാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാഷ് രസമുള്ള ഒരു കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ഈ മാഷ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയത് ഒരു സെൻസസിനെ കുറിച്ചുള്ള വിചിത്രമായ ഒരു കഥയുണ്ട് അല്ലേ? ഉണ്ട്. അത് കുഞ്ഞുമൊക്കെ മാഷ്. സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാൻ സ്കൂളിൽ ചേർന്ന് 1972 അന്ന് ഇപ്പോൾ എല്ലാ കാലവും സെൻസസ് 10 കൊല്ലം കൂടുമ്പോഴാണ് എടുക്കുക. 1951, 10 കൊല്ലം 961, 71, 81, 91, ഇങ്ങനെ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുക. അപ്പോൾ 1981 സെൻസസിൽ, അത് ഞാൻ 72 ചേർന്ന ശേഷം ആദ്യത്തെ സെൻസസ്, എനിക്കും ആ ജോലി കിട്ടിയാണ്. എന്യൂമറേഷൻ ജോലി ഉണ്ടായിരുന്നു. അന്ന് അധ്യാപകന്മാർ പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്, സെൻസസ് ക്ലാസ്, വിപുലമായ ക്ലാസ് നടത്തിയ ഒരു ദിവസം. അന്ന് ഭൂമിനതുക്കൽ വെച്ചാണ് ക്ലാസ് നടത്തിയത്. ഈ സെലക്ട് ചെയ്ത എന്യൂമറേറ്റർമാർ എല്ലാവരും വിളിച്ചിട്ട് തഹസിൽദാർ ക്ലാസ് നടത്തുക. അപ്പോൾ തഹസിൽദാറുകൾ ക്ലാസ് എന്തൊക്കെ ചെയ്യണതൊക്കെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞ്, പിന്നെ കുറേ ഫോറം വിതരണം ചെയ്യണം. കുറേ സമയം പിടിച്ച്. അപ്പോൾ കുഞ്ഞുമതുട്ടി മാഷ് എഴുന്നേറ്റ് പറഞ്ഞ്, അല്ല ഞാനിത് കുറേ കാലം കേട്ടത്, 5 കൊല്ലമായി സെൻസസിന് പോകുന്നത്, ഇതൊന്നും എനിക്കിത് ആവശ്യമില്ല, നിങ്ങൾ ഫോറോ ചെയ്യാൻ ഇയാൾ വോട്ട് എന്ന് ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞാൽ ഇരുത്തി, പിന്നെ പെട്ടെന്ന് ഒഴിവാക്കി ഫോറോ കൊടുത്ത്. പക്ഷേ യോഗം കഴിഞ്ഞ ശേഷം തഹസിൽദാർ ഇയാളെ വിട്ടില്ല. നിങ്ങളിങ്ങനെ 5 കൊല്ലം സെൻസസ് എടുക്കുക, അത് സംഭവിക്കില്ലല്ലോ, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് സംഭവിക്കില്ല. അപ്പോൾ സംഭവം അയാൾ പറഞ്ഞു കൊടുത്ത്. ആൾ ജനിച്ചത് 1920 മറ്റാണ്. അപ്പോൾ അന്ന് ഒരു ഇതുണ്ടായിരുന്നു, ബി ഓപ്റ്റ് സി ഓപ്റ്റ് അധ്യാപകരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാർ ബി ഓപ്റ്റ് ചെയ്താൽ 60 വയസ്സ് വരെ തുടരാം. സി ഓപ്റ്റ് ആണെങ്കിൽ 55 വയസ്സിൽ പിരിയണം. പക്ഷേ ബി ഓപ്റ്റ് ചെയ്ത ആളുകൾക്ക് ശമ്പളത്തിലും അലവൻസിനും കുറച്ച് കുറവുണ്ടാകും മാസാമാസം. അപ്പം ചിലർ അത് സ്വീകരിക്കും. ഇഷ്ടമുള്ള സ്വീകരിക്കും, ഏതും സ്വീകരിക്കാം. ശമ്പളം കുറഞ്ഞിട്ട് 60 വയസ്സിൽ 5 കൊല്ലം കൂടുതൽ ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. വേണ്ട, 55 വയസ്സിൽ പിരിയാം, പക്ഷെ എല്ലാ മാസവും ഫുൾ ശമ്പളം കിട്ടുമല്ലോ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ബി ഓപ്റ്റ് ചെയ്തവർ കുറവാണ്. ഇയാൾ ബി ഓപ്റ്റ് അടിയതാണ് കുഞ്ഞുമൊട്ടി മാഷ്. അപ്പോൾ 1921, 21, 31, 41, 51, 61, അല്ല 81, 71, 61, 41, 22 ജനിച്ചാൽ. അപ്പോൾ ആള് 20-ാം വയസ്സിൽ സ്കൂൾ ചേർന്ന്. അങ്ങനെ 41 ആദ്യത്തെ സെൻസസ് സെറ്റിയാക്കി. 1941, 51 രണ്ടാമത്ത്, 61 മൂന്നാമത്ത്, 73 നാലാമത്തത്, 89 5-ാമത്തെ കിട്ടി. ആ വർഷമായാൽ പിരിയുകയും ചെയ്ത്. 41 മുതൽ 81 വരെ 60 വയസ്സ് പിരിയുന്നിടക്ക് 5 കിട്ടി. ഈ റിപ്പോർട്ട് തഹസിൽദാർ മനസ്സിലാക്കി കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത്. കലക്ടർ ഇത് വലിയ ആവേശത്തിൽ സെൻസസ് കമ്മീഷനൊക്കെ അയച്ചു വെച്ചു ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ ഇത് ചർച്ച ചെയ്തപ്പോൾ ഇത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ്, അവരെ അറിവിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ തുടർന്ന് അന്ന് വേറെ കാര്യമുണ്ട്, ഈ കുഞ്ഞുമൊട്ടി മാഷെ കാര്യത്തില്ലാതെ ഞാൻ സഹായിച്ചു കൊടുക്കും, എന്നെ വിളിക്കും എല്ലാ കാര്യത്തിലും, സെൻസസിൻ്റെ വീട്ടിൽ വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന കാര്യത്തിലൊക്കെ, ക്രോഡീകരിക്കുന്ന കാര്യത്തിലൊക്കെ. അങ്ങനെ 1982 ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് കോഴിക്കോട് മാനാഞ്ചിറയിൽ പരേഡ് സ്വീകരണത്തിൽ വന്നത് CH മുഹമ്മദ് സാഹിബായിരുന്നു, ഉപമുഖ്യമന്ത്രി. അന്ന് ഇയാൾക്കൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ അവാർഡ്. അങ്ങനെ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം എന്നെയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും പോയി. ഞങ്ങൾ VIP സീറ്റൊക്കെ കിട്ടി. കുഞ്ഞുമൊട്ടി മാഷ്ക്ക് അവാർഡ് കൊടുക്കുകയും, ദേശീയ അവാർഡ്. അത് വളരെ അപൂർവമായി കിട്ടുന്ന അവാർഡ്, 5 സെൻസസിലെ. അന്ന് വലിയ പത്രത്തിലൊക്കെ വലിയ കാര്യമായിട്ട് റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. മാഷോട് സംസാരിക്കുമ്പം അതിശയത്തോടെ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏറ്റവും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന, LP സ്കൂളിൽ പഠിക്കുന്ന, UP സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഈ കാലം വരെയുള്ള ഓരോ സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് മാഷ് ഭയങ്കരമായിട്ട് ഓർമ്മ, ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നെല്ലാം പറയുന്നത് പോലെ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും മാഷ്ക്ക് ഓർമ്മയുണ്ട്. മാഷ് എങ്ങനെയാ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പൊ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് മറവിയൊക്കെ വരും. ഈ മറവിയെ മാഷ് എങ്ങനെയാ സർവൈവ് ചെയ്യുന്നത്? അതെന്താ എനിക്കല്ല കഴിവെങ്കിലും കിട്ടിയെന്നറിയില്ല. ഞാൻ നേരത്തെ സൂചിച്ച പോലെ 1-ാം ക്ലാസ് പഠിച്ച കുട്ടികളെ പേരും വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അടുത്ത കാലത്ത് എനിക്കൊരു ബാലൻസ് തെറ്റിയുള്ള തലവേദന, തലയിറ്റലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ കാണിച്ചു, ഒരു ENT കാണിച്ചു. അപ്പോൾ ന്യൂറോ സർജനെ കാണിക്കാൻ പറഞ്ഞ് അതും കാണിച്ചു. അയാളെല്ലാം നോക്കി, നമ്മൾ ഏതായാലും വന്ന സ്ഥിതി കൊണ്ട് ടെസ്റ്റ് ചെയ്യുക, ഒരു തലച്ചോറിലെ EEG എടുക്കുക,
പിന്നെ സ്കാൻ ചെയ്യുക ഉം, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്ത് എല്ലാം നോക്കിയിട്ട് അവൾ പേപ്പർ മടക്കി വെച്ച് എൻ്റെ ഭാര്യ കണ്ടു വെച്ച്. ഭാര്യയും പറഞ്ഞ ഇപ്പോൾ സംശയമാണെന്നുള്ളത്. അപ്പം എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഇപ്പോഴത്തെ കുറേ കാര്യങ്ങൾ, പല സംഭവങ്ങളും, കുട്ടികളുടെ പേര്, ബന്ധപ്പെട്ട ആളുകളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചിലത് ഓർമ്മത്തിൽ സംഭവിക്കുന്നുണ്ട് തന്നെ, അതാ നിൽക്കട്ടെ, പഴയ കാര്യങ്ങൾ ഓർമ്മ ചോദിച്ചു. ഞാൻ പഴയ കാലത്തെല്ലാം മിക്കവാറും ഓർമ്മയുണ്ട് തന്നെ. തന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിരിക്കാൻ നല്ലൊരു തലച്ചോറായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി, ഇപ്പോഴത്തെ പറഞ്ഞു പോട്ടെ. പഴയത് കാലങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം എന്നോട് പറഞ്ഞത്. നിങ്ങളെ ഉം, ഉം. തലച്ചോറ് അർഷിമേഷ് രോഗം നിങ്ങളെ വായിക്കാൻ സാധ്യതയില്ല. സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുകയും ചെയ്തു. മാഷ് എന്ത് എഴുതി വെക്കുകയെല്ലാം ചെയ്യോ? എന്നെ എഴുതി വെച്ചാൽ ഞാൻ 1974 മുതൽ ഡയറി എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട്. ഉം, 1974 മുതൽ അതിൽ ആദ്യത്തെ 2-3 കൊല്ലം ഫുള്ളായിട്ടൊന്നും എഴുതിയില്ല, കുറേ അത്യാവശ്യ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 76 ഡയറി എൻ്റെ കയ്യിലില്ല. 79 മുതൽ ഈ 2025 വരെയുള്ള എല്ലാ ഡയറിയും ഡെയിലി എഴുതിയ ഡയറി ഇപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓ കുടുംബത്തിനും ബന്ധപ്പെട്ട ആളുകളും എപ്പോഴെങ്കിലും എൻ്റെ മരുമക്കളൊക്കെ എന്തെങ്കിലും പാസ്പോർട്ടിന് ജനിച്ച ഡേറ്റോ അല്ലെ കല്യാണം കഴിച്ച ഡേറ്റോ അങ്ങനെ പലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അവരുടെ അടുത്ത് വന്ന് സമീപിച്ചാൽ ചോദിക്കും, ഞാനിപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഇപ്പോൾ വായിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഏകദേശ കൊല്ലം ചോദിക്കും. അത് പറഞ്ഞ് വയസ്സൊക്കെ ചോദിച്ചാൽ ആ കൊല്ലത്തെ ഡയറി എട്ട് പരിധിയൊക്കെ ഡേറ്റയിൽ ഉണ്ടാവും. അങ്ങനെ പല സംഭവം കുറേയൊക്കെ എല്ലാവർക്കും നോക്കിയാൽ കിട്ടും. പക്ഷെ ഓർമ്മിക്കാൻ പറ്റില്ല, നോക്കി പരിധിയുള്ള രേഖയായിട്ട് അവിടെ ഉണ്ട്. മാഷുമായിട്ടുള്ള സംസാരം ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, കേൾക്കാത്ത കാര്യങ്ങൾ, മാത്രമല്ല ഇത്ര ഓർമ്മശക്തിയുള്ള ഒരു മനുഷ്യനോട് ഞാൻ എന്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നമുക്കിനി ഞാൻ എന്റെ പിന്നെ ഒന്നുകൂടി ചോദ്യങ്ങളെ ഒരു ആ കാര്യം കൂടി പറഞ്ഞോട്ടെ. ആ എന്നെ സംബന്ധിച്ചുള്ളൊരു സംഭവം ഞാൻ പറയുന്ന ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് ഇവിടെ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സമ്മതത്തോടു കൂടി ഞാനൊരിക്കൽ മരിക്കാൻ പോയി കിടന്നൊരു സംഭവമുണ്ട്. മരിക്കാൻ വേണ്ടി കിടന്ന് ഉം, പേടിക്കണ്ട. അത് ഉം, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മൂസൈൻ പോലെ എൻ്റെ അയൽവാസിയുള്ള എനിക്ക് അമ്പലക്കണ്ടി അബ്ദുറഹ്മാൻ, AK അബ്ദുറഹ്മാൻ, ഉം, ഏറ്റവും വലിയ ഉം, സുഹൃത്ത്. എല്ലാ കാര്യം കളിക്കലും പെരുന്നാൾ പോക്കെല്ലാം ഒന്നിച്ച. അദ്ദേഹത്തെ ഉം, ജ്യേഷ്ഠൻ തന്നെ ഡോക്ടർ AK കുഞ്ഞബ്ദില്ല. അപ്പോൾ ഒരു ഉം, വർഷം കുഞ്ഞബ്ദില്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അവസരം ഒരു പെരുന്നാളിന്, ഉം, ചെറിയ പെരുന്നാളിന്, ഉം, അബ്ദുറഹ്മാൻ ഉം, എന്നോട് പറഞ്ഞ് നമുക്ക് കുഞ്ഞിക്ക വരുന്നുണ്ട് കോളേജിൽ നിന്ന്, പിന്നെ നമുക്ക് എന്നോട് കൂട്ടുകയില്ല, നമുക്ക് കല്ലാച്ചിയിൽ നമുക്ക് ഒന്നിച്ച് ഉം, പോവാം, എൻ്റെ കുഞ്ഞിക്കല്ലൂരി നമുക്ക് പോരാലോ. അങ്ങനെ ഞങ്ങൾ പോവുകയും ചെയ്ത്. എന്നോട് ഒരു 5 മണിക്ക് 5:30 എത്തുമെന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊന്നും പറയാതെ ഞങ്ങൾ രണ്ടുപേരും പോയി. അന്തർ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉം, 5:30 അവിടെ എത്തി. പക്ഷേ കുഞ്ഞിക്ക വരുന്നില്ല. അത് ബസ് കുറവാണല്ലോ. വരുന്ന ബസ്സൊക്കെ ഉം, ഞങ്ങൾ ഉം, ചെക്ക് ചെയ്തിട്ട് ഒന്നിലുമില്ല. സമയം അങ്ങ് ദീർഘിച്ച് 7-8 മണിയായി. അപ്പോൾ അന്ന് ഇനി നമ്മൾ പോവാ, അന്ന് ഫോണൊന്നുമില്ല, വിളിച്ചു ചോദിക്കാനൊന്നും. രണ്ടുപേരും നടന്നു പോകുന്നു. വൈകിട്ട് ഞങ്ങൾ വെളിച്ചമില്ല. പെരുന്നാൾ ചെറിയ പെരുന്നാളാണെങ്കിൽ ചന്ദ്രനും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കുന്ന ഒരു വീട്ടിൽ കയറി 2 ചൂട്ട വാങ്ങി. ചൂട്ട് അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഞങ്ങൾ കണ്ട്, ഞങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് 2 ചൂട്ട തന്ന്, ഒരു ചെറിയ തീപ്പെട്ടിയിൽ 3-4 കൊള്ളി ഇട്ട് തന്ന്. കിളി കൊണ്ട് ഞങ്ങൾ കത്തിച്ച് പോയി മതിയിട്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ചൂട്ട കത്തിക്കുന്നത് അറിഞ്ഞും കൂടാ. ഞങ്ങളിങ്ങനെ നടന്നു പോയി ചൂട്ട വെച്ച് അത് പെട്ടെന്ന് കത്തിയാൻ കയറുന്നു. രണ്ടാമത്തെ ചൂട്ട കത്തിച്ച് തീ പിടിക്കുന്നില്ല. രണ്ടാമത്തെ കൊള്ളിയായിരിക്കും, തീപ്പെട്ടി കൊള്ളിയായിരിക്കും. ഇങ്ങനെ കൊള്ളിയൊന്നും കയറുന്നു പോയി. ഏകദേശം ഞങ്ങൾ പുഴയും തിരിത്തെത്തി. ഏകദേശം അത് പോയപ്പോൾ പാലവും ഇല്ല, പുഴയിൽ വെള്ളത്തിൽ കൂടി നടന്നു വരണം. അങ്ങനെ അയാൾ ഇഷ്ടത്തോടെ നിലാവും ഇല്ല, നടന്ന് കിടന്ന് പുഴയും തിക്കരെത്തി. പെട്ടെന്ന് എനിക്ക് തന്നെ എന്തോ കടിച്ചിട്ടുണ്ട് എന്നുണ്ട്, ബേജാറായി. നോക്കുമല്ലോ ഒരു സാധനവും ഇല്ല. കടിച്ചിക്കോ കുത്തിക്കോ എന്തോ ഒരു ചെറിയ വേദന കാലിന്. അന്തരോട് ഇങ്ങനെ പറഞ്ഞു, അന്തരം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യുന്ന, നമുക്ക് പറഞ്ഞു കൂടാനും പോലെ പറഞ്ഞാൽ അടി കിട്ടുമല്ലോ. അങ്ങനെ എന്താക്കുക, ഞങ്ങളെ നടന്ന് കിടന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി. എൻ്റെ ചോദിച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ഒന്നുമില്ല, ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ, ഇനി രാവിലെ വന്നു നോക്ക്, ഞാൻ മരിച്ചേക്കഞ്ഞ് പറഞ്ഞേക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിൽ കയറി എൻ്റെ വീട്ടിലും പോയി. ഞാൻ വീട്ടിൽ കയറി ഇറങ്ങി. എനിക്ക് കുറേ കഴിഞ്ഞ് എൻ്റെ കൂടെ ഉറങ്ങിപ്പോയി. അന്തോടെ നേരം വിളിക്കുന്ന എൻ്റെ ഉറക്കം വന്നില്ല എന്നാണ് പറഞ്ഞ്. രാവിലെ നേരം ആദ്യം വിളിക്കുന്ന വേണ്ടി തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് വാതിൽ വിളിച്ച് ദുമ്മിയാ പുറത്തിറങ്ങിയത്. ഉമ്മാനോട് ആദ്യം തന്നെ ചോദിച്ച് അമ്മയ്ക്ക് മരിച്ചിക്കോ എന്നാണ് ചോദിച്ച്. ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വെച്ചാൽ എന്താ ചോദിക്കുന്നു, ഇങ്ങനത്തല്ലേ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വന്ന് ഈ തെറ്റാ ചോദ്യമായിരുന്നു. അല്ല ഓൻ മരിച്ചിട്ടില്ല എന്നാ പിന്നെ രണ്ടാമത് ചോദിച്ച്, അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉമ്മ ചോദിച്ചു എന്തല്ലേ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ അവനെ കണ്ടോട്ടെ, അത്യാവശ്യം ഞാൻ കിടക്കുന്ന തരത്തിലൊന്നും അയാൾ കിടന്നിരിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും അന്തരമേ
സംഭാഷണം അതിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ അന്ന് മരിച്ചിക്കല്ലേ ഞങ്ങൾക്ക് എന്താ സുഖം, ബുദ്ധിമുട്ടില്ല കൊണ്ടുണ്ടാവില്ല. ശരിക്കൊരു ഒരു ഒരു ഇപ്പൊ ഏതാണ്ട് 1 മണിക്കൂറായി നമ്മള്. ശരിക്കും ഒരു മണിക്കൂറായില്ലേ? 5 6 ദിവസം തുടർച്ചയായി പറഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം പിന്നെ ഇരിക്കാം എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്നിപ്പം ഇത്രയും വൈകിയത് കൊണ്ടും ഇന്നിപ്പം അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് മാഷോട് ചോദ്യം ചോദിക്കാം. മാഷ് അത് ചുരുക്കത്തിലൊന്ന് പറയണം, അല്ലെങ്കിൽ വൈകി പോകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ടായ ഇതൊന്ന് മാറ്റിയാൽ മതി, അൺമ്യൂട്ട് ചെയ്താൽ മതി. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു അതിഥിയായിട്ട് കാണാം. അതിനു മുമ്പ് മാഷോട് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. കാരണം ഇത്രയധികം കാര്യങ്ങൾ ഇത്രയും ഓർമ്മയോടുകൂടി പറഞ്ഞതിന് മാഷ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാം.